So first question, UB, the solution of Volterra integral equation 0 to t 1/2 plus sin t minus tau u of tau d tau is equal to sin t. ആക്ച്വലി ഇന്റഗ്രലിന്റെ ഉള്ളില് അൺനോൺ ഫംഗ്ഷൻസ് വരുന്ന ടൈപ്പ് ഓഫ് ഇക്വേഷൻസിനെയാണ് നമ്മൾ ഇന്റഗ്രൽ ഇക്വേഷൻസ് എന്ന് പറയാം. നമ്മുടെ ഉദ്ദേശം നമുക്ക് യു കണ്ടുപിടിക്കാം, യു ആണ് അൺനോൺ. ഓക്കെ, അപ്പൊ ഈ വോൾട്ര ഇന്റഗ്രൽ ഇക്വേഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എച്ച് ഓഫ് എക്സ് യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഇന്റഗ്രൽ എ ടു ബി ഓഫ് എക്സ് കെ ഓഫ് എക്സ് സൈ യു ഓഫ് സൈ d psi for every x belongs to closed interval a b. So ഈ ടൈപ്പ് ഓഫ് ഇന്റഗ്രൽ ഇക്വേഷൻസിനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പർ ലിമിറ്റ് ഒരു വേരിയബിൾ ഫംഗ്ഷൻ ആണ്. സോ ഈ ടൈപ്പ് ഓഫ് ഇന്റഗ്രൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ ജനറലി വോൾട്ര ഇന്റഗ്രൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. അതിൽ ഈ കെ ഓഫ് എക്സ് സൈക്കിനെ വിളിക്കുന്ന പേരാണ് കേർണൽ ഓഫ് ദിസ് ഇന്റഗ്രൽ ഇക്വേഷൻ. ഇനി ഇതിൽ ഓരോന്നിനും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നതനുസരിച്ച് അതിന് ഓരോ പേര്. സപ്പോസ് എച്ച് ഓഫ് എക്സ് 0 ആണെന്ന് വിചാരിക്കുക. എച്ച് ഓഫ് എക്സ് 0 ആണ്, ഇറ്റ് ഈസ് എ വോൾട്ര ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്നാണ് വിളിക്കുക. ആൻഡ് ഇഫ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇറ്റ് ഈസ് കോൾഡ് സെക്കൻഡ് കൈൻഡ്, വോൾട്ര ഇന്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. ആൻഡ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് ടൈപ്പ് എന്ന് വിളിക്കും. അപ്പോ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഇത്ര അറിഞ്ഞാൽ മതി വോൾട്ര ഇന്റഗ്രലിനെ കുറിച്ച്. എന്താണ് വോൾട്ര ഇന്റഗ്രേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് നേരെ പ്രോബ്ലത്തോട് കടക്കാതെ പറയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ഇനി ഇത് അത് രണ്ട് ടൈപ്പ് ഓഫ് ഇന്റഗ്രൽ ഇക്വേഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഒന്ന് വോൾട്രയും ഒന്ന് ഫ്രെഡ്ഹോമും. സോ വോൾട്ര ഇന്റഗ്രൽ ഇക്വേഷന്റെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ അപ്പർ ലിമിറ്റ് കണ്ടില്ലേ, അപ്പർ ലിമിറ്റ് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി രണ്ട് രീതിയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കാര്യം ലെബിനിസ് ഡിഫറൻസിയേഷൻ ഫോർമുല ഉണ്ട്. അതായത് ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ ഇന്റഗ്രലിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ ആ ഒരു ഐഡിയ നമ്മൾ പറയാൻ പോവാണ്. സോ ഹൗ ടു ഡിഫറൻഷിയേറ്റ് എ ഫംഗ്ഷൻ വിച്ച് ഇസ് ഇൻസൈഡ് എ ഇന്റഗ്രൽ. സോ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ആൽഫ എക്സ് ആണ് അപ്പർ ലിമിറ്റ്. സോ ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇത് നമുക്ക് ഈ പ്രോബ്ലംസിന്റെ സൊല്യൂഷനിൽ നമുക്ക് ഉപകാരപ്പെടുന്ന സാധനമാണ്. കാരണം ഇന്റഗ്രലാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഉള്ളിലോട്ട് കൊടുക്കില്ല ചെയ്യുക, കാരണം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വേരിയബിൾസ് ആവുന്ന സമയത്ത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇന്റഗ്രൽ ആൽഫ എക്സ് ടു ബീറ്റ ഓഫ് എക്സ് ഡോ എഫ് ബൈ ഡോ എക്സ് ഡി സൈ. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എഫിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് അതിന്റെ ഇന്റഗ്രൽ, അതായത് ഡയറക്റ്റ് ഉള്ളിലേക്ക് കൊടുത്തു. ഇനി ഇത് മാത്രമല്ല ചെയ്യേണ്ടത്, പ്ലസ് ഒരു ടേം ഉണ്ടാവും. ആ ടേം എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ബീറ്റ ഓഫ് എക്സ് ഡി ബീറ്റ ഓഫ് എക്സ് ബൈ ഡി എക്സ് ആണ്. എന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റിനെ ഡെറിവേറ്റീവ് എടുക്കുക ഇൻറ്റു നമ്മുടെ ഉള്ളിലുള്ള ഫംഗ്ഷനിൽ ഈ രണ്ടാമത്തെ വേരിയബിൾ ആയ സൈക്ക് പകരം നമ്മുടെ അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഇതാണ് അടുത്ത ടേം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു ടേം കൂടി ഉണ്ട്. ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ആൽഫ ഓഫ് എക്സ് ഡി ആൽഫ ഓഫ് എക്സ് ബൈ ഡി എക്സ്. ഇതിനർത്ഥം എന്താ, രണ്ടാമത്തെ വേരിയബിളിന് ആൽഫ ഓഫ് എക്സ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക, ആൻഡ് ലോവർ ലിമിറ്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. സോ ഇതാണ് ലെബിനിസ് ഡെറിവേറ്റീവ് ഫോർമുല എന്ന് പറയുന്നത്. അതായത് ഇന്റഗ്രൽ ഉള്ളിൽ ഫംഗ്ഷണൽ ഇന്റഗ്രലിനെ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സാധനമാണത്. കാരണം നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈ ഫംഗ്ഷനെ രണ്ട് സൈഡിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഏത് ഫോർമുല ഉപയോഗിക്കണം, ഇത് ഉപയോഗിക്കണം. അപ്പോൾ ബേസിക്കലി ഐഡന്റിഫൈ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഫംഗ്ഷൻ. ഇറ്റ് ഈസ് 1/2 സൈൻ ടി മൈനസ് ടോ യു ഓഫ് ടോ ഡി ടോ ഈക്വൽ ടു സൈൻ ടി. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ രണ്ട് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ പ്രോബ്ലം ഞാൻ എഴുതാൻ പോവാണ്. ഇറ്റ് ഈസ് 0 ഇന്റഗ്രൽ 0 ടു ടി 1/2 പ്ലസ് ടൈം സൈൻ ടി മൈനസ് ടോ ഇൻറ്റു യു ഓഫ് ടോ ഡി ടോ ഇറ്റ്സ് ഈക്വൽ ടു സൈൻ ടി. ഇങ്ങനെ യു ഓഫ് 1ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ മതി, ഇതിന്റെ രണ്ട് സൈഡിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ് വിത്ത് റെസ്പെക്ട് ടു ടി. സോ ഡി ബൈ ഡി ടി ഓഫ് ഇന്റഗ്രൽ 0 ടു ടി 1/2 പ്ലസ് സൈൻ
ടി മൈനസ് ടോ ഇൻറ്റു യു ഓഫ് ടോ ഡി ടോ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി. ഇപ്പോൾ റൈറ്റ് സൈഡ് ഈസിയാണ്, ഇറ്റ് ഇസ് കോസ് ടി. ലെഫ്റ്റ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുക, അതിനാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കാൻ പോകുന്നത്. എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഉള്ളിലുള്ള ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, പ്ലസ് ഉള്ളിലുള്ള ഫംഗ്ഷനിൽ രണ്ടാമത്തെ വേരിയബിളിന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കും, ഇൻറ്റു അപ്പർ ലിമിറ്റിന്റെ ഡെറിവേറ്റീവ്. മൂന്നാമത്തെ കേസ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? കാരണം ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ 0 ആയതുകൊണ്ട് ഈ ടേം എന്തായാലും ഇവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ആദ്യത്തെ 2 ടേം മാത്രമേ ഈ കേസിലൂടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മനസ്സിലായി വിചാരിക്കുന്നു. ആൽഫ, അങ്ങനെ ആൽഫയുടെ ഡെറിവേറ്റീവ് എടുക്കാണ്ട് ആൽഫ 0 ആണെങ്കിൽ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സോ ഞാൻ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സോ എന്താ നമുക്ക് കിട്ടുക? ഇന്റഗ്രൽ 0 to t. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി, ഫസ്റ്റ് വേരിയബിൾ. സോ നമുക്ക് എന്ത് കിട്ടും? കോസ് ഓഫ് ടി മൈനസ് ടോ യു ടോ ഓക്കെ ഡി ടോ എന്ന് കിട്ടും. സോ കാരണം എന്താ? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ടോയിലുള്ള ഫംഗ്ഷൻ ആണ്, അത് 0 ആയി പോകും. ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക സൈൻ ടി മൈനസ് ടോയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇറ്റ് ഇസ് കോസ് ടി മൈനസ് ടു. ഓക്കെ, ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഞാൻ പറഞ്ഞു അവിടെ എക്സ്ട്രാ ടേം കൂടി വരും. എന്താണ് എക്സ്ട്രാ ടേം? നമ്മുടെ ഈ ഫംഗ്ഷനിൽ നമ്മൾ ടിക്ക് അല്ലെ, നമ്മുടെ വേരിയബിൾ എന്താണ്, രണ്ടാമത്തെ വേരിയബിൾ എന്താണോ, രണ്ടാമത്തെ വേരിയബിളിൽ നമ്മുടെ അപ്പർ ലിമിറ്റ് കൊടുക്കണം. അപ്പൊ എന്താ വരും? ഇവിടെ 1/2 സൈൻ ടി മൈനസ് ടി എന്ന് വരും. ശരിയല്ലേ? രണ്ടാമത്തെ വേരിയബിളിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ 1/2 പ്ലസ് സൈൻ ടി മൈനസ് ടി എന്ന് വരും. എന്ന് വെച്ചാൽ 1/2 വരും. ഇവിടെ ഒരു യു ഓഫ് ടിയും വരും. കാരണം രണ്ടാമത്തെ വേരിയബിൾ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. സോ എന്ത് കിട്ടും നമുക്ക്? 1/2 യു ഓഫ് ടി എന്ന് വരും. അതിന് കൂടെ ഒരു കാര്യം കൂടി ചെയ്യണം, രണ്ടാമത്തെ വേരിയബിളിന്റെ ഡെറിവേറ്റീവ് കൊടുക്കണം. ഐ മീൻ അപ്പർ ലിമിറ്റിന്റെ ഡെറിവേറ്റീവ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് ഡെറിവേറ്റീവ് 1 ആണ്. സോ ഈ സാധനത്തിന് ഞാൻ കോസ് ടി എഴുതി. ഓക്കെ, ഒന്നുമില്ല, ലെബിനിസ് റൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തു രണ്ട് സൈഡും. നൗ ഇവിടെ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ടിക്ക് 0 കൊടുക്കാൻ പോവാണ്. സോ ടിക്ക് 0 കൊടുത്താൽ നമ്മുടെ ഫസ്റ്റ് ഐഡിയ, നമ്മുടെ മെയിൻ ഐഡിയ എന്താ വെച്ചാൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഇന്റഗ്രൽ ഇക്വേഷനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റണം, എന്നിട്ട് അത് സോൾവ് ചെയ്യണം. അതാണ് നമ്മുടെ ബേസിക് ഐഡിയ. അപ്പൊ ഇവിടെ ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ നമുക്ക് കണ്ടീഷൻസ് കൂടി വേണം സോൾവ് ചെയ്യാൻ. അപ്പൊ കണ്ടീഷൻസിക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഈ ടിക്ക് 0 കൊടുത്താൽ ഈ ഇന്റഗ്രൽ ടേം മൊത്തം പോകും, കാരണം 0 to 0 എന്നാ വരിക. സോ ഇവിടെ ടിക്ക് 0 കൊടുത്താൽ 1/2 u of 0 equal to 1 എന്ന് വരും. സോ ദിസ് ഇംപ്ലൈസ് u of 0 is equal to 2. അപ്പോ ടി 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് u of 0 എന്ത് കിട്ടും? 2 കിട്ടും. സോ u of 0 2 കിട്ടി. സോ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം ഈ ഇക്വേഷനെ. സോ ഇതിന് നമുക്ക് 1 കൊടുക്കാം, ഇത് 2 കൊടുക്കാം. സോ ഫസ്റ്റ് ഇക്വേഷനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഇക്വേഷനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? റൈറ്റ് സൈഡ് എന്തായിട്ട് മാറും? മൈനസ് സൈൻ ടി ആയിട്ട് മാറും. കാരണം കോസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ആണ്. ലെഫ്റ്റ് സൈഡ് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ലെഫ്റ്റ് സൈഡ് ഇന്റഗ്രേറ്റ് ഇതേ റൂള്, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത അതേ റൂൾ ഉപയോഗിക്കുക. ആദ്യം വിത്ത് റെസ്പെക്ട് ടു ടി ഉള്ളിൽ ചെയ്യുക, ശരിയല്ലേ? ഉള്ളിൽ ചെയ്തതിന് ശേഷം അതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു 1/2 u of t ഉണ്ട്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ഈ 1/2 u of t നമ്മൾ ഇന്റഗ്രൽ ഉള്ളിലല്ല, ഇന്റഗ്രൽ ഉള്ളിൽ ഇത്തിട്ടാ മാട്ടോ. സോ 1/2 u of t പുറത്ത് കിടക്കുന്നുണ്ട്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, ആദ്യം നമുക്ക് എഴുതാം ഹാഫ് u of t ഡെറിവേറ്റീവ് ഹാഫ് u dash of t പ്ലസ് ഇന്റഗ്രൽ ഉള്ളിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഇന്റഗ്രലിന്റെ ഉള്ളിൽ എഴുതുക. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയില് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെ ചെയ്യണത്. ഇപ്പൊ കോസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് വരും. മൈനസ് ടി മൈനസ് ടോ ഓക്കെ യു ഓഫ് ടോ ഡി ടോ. ഓക്കെ, ഒരു ടേം കൂടി വരും പ്ലസ്. അത് മറക്കരുത്, ലെബിനിസ് റൂൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെറുതെ ഉള്ളിൽ കൊടുക്കല്ല. അടുത്ത എന്താ ഞാൻ പറഞ്ഞത്? അപ്പർ ലിമിറ്റ് രണ്ടാമത്തെ വേരിയബിളിൽ കൊടുക്കുക. അപ്പൊ കോസ് 0 യു ഓഫ് ടി എന്ന് വരും. ഒരു യു ഓഫ് ടി കൂടി എക്സ്ട്രാ വരും. യു ഓഫ് ടി സോ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ടി. ഇനി അഗെയിൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിൽ ടിക്ക് 0 കൊടുക്കാൻ പോവാണ്. സോ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഈ ഇന്റഗ്രൽ ടേം മൊത്തത്തിൽ 0 ആയിട്ട് പോകും. ഇവിടെ മൈനസ് സൈൻ ടി ആണ്, അപ്പൊ അതും 0 ആയി പോകും. സോ ഹാഫ് യു ഡാഷ് ഓഫ് 0 പ്ലസ് യു ഓഫ് ടി. യു ഓഫ് ടി എന്ന് പറയുന്നത് യു ഓഫ് 0 ആണ്. യു ഓഫ് 0 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് 2 ഈക്വൽ ടു 0. സോ ഫ്രം ദിസ് വി വിൽ ഗെറ്റ് യു ഡാഷ് ഓഫ് 0 ഈസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. രണ്ട് കണ്ടീഷൻസ് ഇപ്പൊ നമുക്ക് കിട്ടി, 3, 4. സോ രണ്ട് കണ്ടീഷൻ കിട്ടി. യു ഓഫ് 0 2 ആണെന്നും യു ഡാഷ് ഓഫ് 0 -4 ആണെന്നും. സോ നമുക്ക് ആ കണ്ടീഷൻസ് എഴുതാം.
യു ഓഫ് 0 2 ആണ്, യു ഡാഷ് ഓഫ് 0 -1. ഇവിടെ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലെബനീസ് ഇന്റഗ്രൽ റൂള് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം എന്താണ് അതിന്റെ മെത്തേഡ് എന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ മെത്തേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് കണ്ടീഷൻസ്, ഇനീഷ്യൽ കണ്ടീഷനും രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഏത് മൂന്നാമത്തെ ഇക്വേഷൻ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെ കണ്ടീഷൻസ് കിട്ടി. ഇനി ഒന്നും കൂടി നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. പിന്നെ അത് സോൾവ് ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ്, എന്താണ് ഇവിടെ റൈറ്റ് സൈഡിൽ -sin ആണ്, ഇവിടെ ഉള്ളത് ഹാഫ് യു ഡാഷ് ടി ആണ്. അപ്പൊ ഹാഫ് യു ഡാഷ് ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, ഹാഫ് യു ഡബിൾ ഡാഷ് ടി വരും. ഇവിടെ ഒരു യു ഓഫ് ടി ഉണ്ട്, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു ഡാഷ് ഓഫ് ടി വരും. ശരിയല്ലേ? ഇനി ഇതിന് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ തന്നെ ലെബനീസ് ഇന്റഗ്രൽ റൂൾ ഉപയോഗിക്കുകയാണ്. ഓക്കെ, സോ വി വിൽ ഗെറ്റ്, സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും യെസ് മൈനസ് കോസ് ടി ഇസ് ഈക്വൽ ടു ഹാഫ് യു ഡബിൾ ഡാഷ് ഓഫ് ടി പ്ലസ് u dash of t minus inside the integral നമുക്ക് എന്ത് വരും, minus 0 to t cos of t minus tau u of tau d tau. Okay, so which is equal to one minute. Okay. So it is u dash of double dash of t divided by 2 plus u dash of t plus half u of t. So your differentiation become u double dash of t, u double dash of t plus 2 u dash of t plus u of t is equal to 0. So you will get the differential equation, this one, and the initial condition u of 0 equal to 2 and u dash of 0 is equal to -4. So നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ. സോ എങ്ങനെ നമ്മൾ ചെയ്യുക, അത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ m² plus 2m plus 1 is equal to 0. That means അല്ലേ, നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ m² plus 2m plus 1 equal to 0. So m plus 1 whole square is equal to 0 and m is equal to -1 and -1. So double root ആണുള്ളത്. So നമുക്ക് നമ്മുടെ സൊല്യൂഷൻ u of t is equal to എന്ത് എഴുതാം, a plus bt into e raised to -t. Okay, so conditions u of 0 equal to 2 and u dash 0 is equal to -4. Okay, so from this minute, so നമ്മൾ അപ്ലൈ ചെയ്യണം ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും, 0 2 ആണ് എന്ന് വെച്ചാൽ a is equal to അല്ലെ, ടിക്ക് 0 കൊടുത്താൽ a into e raised to 0. So a is equal to നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. ഓക്കെ, ആൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് തന്നെ ഡെറിവേറ്റീവ് എടുക്കുക. വാട്ട് ഇസ് യു ഡാഷ് ഓഫ് ടി, യു ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ഓൾറെഡി a 2 കിട്ടിയിട്ടുണ്ട്. സോ 2 plus bt, just differentiation, 2 plus bt into minus e raised to -t. Okay, minus e raised to -t. So we will get -t plus b e raised to -t. So which implies, so നമ്മൾ ജസ്റ്റ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. സോ കണ്ടീഷൻസ് അങ്ങനെ എന്താ, യു ഡാഷ് ഓഫ് 0 നമുക്ക് -4 ആണ്. സോ -4 is equal to -2 plus b വരും. So b is equal to -4 plus 2
വിച്ച് ഇസ് ഈക്വൽ ടു -2. ഇപ്പൊ ബി നമുക്ക് -2 കിട്ടും, എ നമുക്ക് 2 കിട്ടി. സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് u of t is equal to 2 into 1 minus t e raised to minus t, which is u of 1 ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ u of 1 ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് u of 1? സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. സോ ഇതാണ് ഒരു മെത്തേഡ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിന് ശേഷം ലെബിനിറ്റ്സ് റൂൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് കണ്ടുപിടിക്കുക, അതിനുശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുക, അതിനുശേഷം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ അതിന് നമ്മളൊരു വേറൊരു കോൺസെപ്റ്റ് അറിയണം, ദാറ്റ് ഈസ് കോൾഡ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷനും കൺവല്യൂഷൻ ഇന്റഗ്രലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ സോ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് കാണിക്കാം, ഒരു മിനിറ്റ്. One minute. Okay. Okay. So first of all, we understand what is a Laplace transformation of a function. It is integral 0 to infinity e raised to minus st f of t dt. Okay. So 0 to infinity e raised to minus st f of t dt ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ഫംഗ്ഷൻ കിട്ടും. നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതിൽ ബേസിക്കലി നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള ചില ഫംഗ്ഷൻസ് നമുക്ക് ഓർമ്മ വേണം. ദാറ്റ് ഇസ് എ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് sin x which is 1 by s square plus 1, Laplace transformation of cos x which is s by s square plus 1, and Laplace transformation of e raised to x that is 1 by s minus a, and Laplace transformation of x raised to n which is n factorial by s raised to n plus 1, and constant in the Laplace transformation 1 by s. ഇതിന് കൂടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട സാധനമാണ് വാട്ട് ഈസ് ദ കൺവല്യൂഷൻ ഓഫ് ടു ഫംഗ്ഷൻസ്. കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to x f1 of x minus psi into f2 of psi d psi. സോ കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് ഫംഗ്ഷൻസിന്റെ കൺവല്യൂഷൻ. അപ്പൊ നമുക്കിവിടെ ലാപ്ലേസ് അപ്ലൈ ചെയ്യുമ്പോൾ L of f1 സ്റ്റാർ f2 of x എന്ന് പറയുന്നത് നമ്മൾ കൺവല്യൂഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ആൻഡ് കൺവല്യൂഷൻ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് L of f1 into L of f2 ആയിരിക്കും. കാരണം ഇതാണ് ഈ ഒരു ഐഡിയ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. രണ്ട് കൺവല്യൂഷൻ ഫംഗ്ഷന്റെ കൺവല്യൂഷൻ എടുത്ത രണ്ട് ഫംഗ്ഷന്റെ കൺവല്യൂഷൻ എടുത്ത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കാണുന്നതും ഓരോ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് ഈക്വൽ ആണ്. സോ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ആ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇന്റഗ്രൽ നമ്മൾ വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ് ഇവിടുത്തെ നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to t. Okay, so 1 by t sin of t minus tau u tau d tau which is equal to sin t. Okay, so ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് കൺവല്യൂഷൻ ഓഫ് ടു ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൺവല്യൂഷൻ ഓഫ് ദിസ് ഫംഗ്ഷൻ ആൻഡ് u of t ആണ്. ഓക്കെ, സോ നമുക്ക് എഴുതാം ഇറ്റ് ഈസ് ദ convolution of integral 0 to t. So it is a convolution of 1 by 2 sin t minus tau star okay u of t. So this idana nammade so sin t deyum sin t deyum
യു ഓഫ് ടിയുടെയും 1/2 സൈൻ ടിയുടെയും യു ഓഫ് ടിയുടെ കൺവല്യൂഷൻ ഡയറക്ട്ലി എഴുതിയതാണ് ആസ് എ ഇന്റഗ്രൽ. അപ്പോൾ ഇവിടുന്ന് ഡയറക്ട്ലി നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഇസ് കൺവല്യൂഷൻ. സ്റ്റാർ അല്ല കേട്ടോ, ഐ മീൻ ഇൻഡു അല്ല, സ്റ്റാർ ആണ്. സോ ഇറ്റ് ഇസ് സൈൻ ടി. സോ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡയറക്റ്റ്ലി നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ രണ്ട് സൈഡിൽ ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ ഫോമിലാണ് നമ്മുടെ ഇന്റഗ്രൽ എങ്കിൽ നമുക്ക് അറിയാം ഇറ്റ് ഈസ് എ കൺവല്യൂഷൻ ഓഫ് ടു ഫംഗ്ഷൻസ്. ഓക്കെ, സോ രണ്ട് ഫംഗ്ഷന്റെ കൺവല്യൂഷൻ ഈക്വൽ ടു വേറൊരു ഫംഗ്ഷൻ ആവുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ പറഞ്ഞു ഓൾറെഡി ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് കൺവല്യൂഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ ആണ്. സോ ഇറ്റ് ഈസ് 1/2 പ്ലസ് ആണല്ലേ ഫസ്റ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് 1/2 പ്ലസ് സൈൻ ടി ഇൻറ്റു എൽ ഓഫ് യു ടി ഇസ് ഈക്വൽ ടു എൽ ഓഫ് സൈൻ ടി എന്നാവും. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 1/2 ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് 1 ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ 1/s ആണ്. അപ്പോൾ 1/2 ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ 1/2s ആണ്. പ്ലസ് സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ 1/s² പ്ലസ് 1 ആണ് ഇൻറ്റു എൽ ഓഫ് യു ഓഫ് ടി. ഓക്കെ, സോ സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ പറയുന്നത് 1/s² പ്ലസ് 1 ആണ്. നമ്മുടെ ഉദ്ദേശം യു കണ്ടുപിടിക്കലാണ്. അപ്പൊ ആദ്യം നമ്മൾ എൽ ഓഫ് യു ഓഫ് ടി ഈക്വൽ ടു എന്ന് എഴുതും. സോ ഈ സാധനത്തിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ എന്ത് വരും, 1/s² പ്ലസ് 1 ഇൻറ്റു ഇത് ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുക്കുക. ഓക്കെ, സോ എന്ത് വരും, 2s ഇൻറ്റു s² പ്ലസ് 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് 1 പ്ലസ് 2s എന്ന് വരും അല്ലെ. ജസ്റ്റ് ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്തു. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2s ബൈ ഇത് s², 2s ഇൻറ്റു s² ഈ s² പ്ലസ് 1 ഈ s² പ്ലസ് 1 ക്യാൻസൽ ചെയ്യാം. സോ 2s ബൈ അടിയിലുള്ളത് s പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. സോ എൽ ഓഫ് യു ഓഫ് ടി നമുക്ക് എന്ത് കിട്ടി, 2s ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇനി യു ഓഫ് ടി കണ്ടുപിടിക്കാൻ ഇതിന്റെ എന്തെടുത്താൽ മതി, ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ എടുത്താൽ മതി. ഓക്കെ, ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ അതാ പറഞ്ഞ ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ അറിയുന്നവർക്ക് ഈ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഒരു സിംപ്ലിഫിക്കേഷൻ നടത്തിയിട്ട് ആണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ കണ്ടുപിടിക്കുക. സോ ദിസ് ഈസ് 2s ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ. സോ ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 2 ഇൻറ്റു s പ്ലസ് 1 ഡിവൈഡഡ് ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ s പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന സമയത്ത് ജസ്റ്റ് 1/s² ആയിരുന്നെങ്കിൽ സോ s പ്ലസ് 1 s പ്ലസ് 1 ഹോൾ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. സോ 2 ഇൻറ്റു 1/s പ്ലസ് 1 മൈനസ് 1/s പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെറും 1/s പ്ലസ് 1 വെറും 1/s ആയിരുന്നെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ 1/s പ്ലസ് 1 എന്ന് പറയുന്നത് ലാപ്ലേസ് ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ ഓഫ് 1/s മൈനസ് a എന്ന് പറയുന്നത് e⁻⁻at ആണ്. ഓക്കെ, ഇവിടെ s പ്ലസ് 1 ആയതുകൊണ്ട് വിച്ച് ഈസ് 2 ഇൻറ്റു e⁻⁻t ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ ആണ് 1/s പ്ലസ് 1. ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്, ഇൻവേഴ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് 1/s പ്ലസ് 1 ഹോൾ സ്ക്വയർ. 1/s² ആയിരുന്നെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് t ഈസ് 1/s² ആണ്. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ ഓഫ് t e⁻⁻, ഷിഫ്റ്റിംഗ് ഫോർമുല എന്ന് പറയാം. e⁻⁻ പ്രൊഡക്റ്റ് വരുമ്പോൾ എസിന് പകരം എന്താണോ നമ്മൾ ഷിഫ്റ്റ് ചെയ്തത് അത് വരും. സോ ഇറ്റ് ഈസ് 1/, ഇവിടെ e⁻t ആണ്, അതായത് ടിയുടെ കോയിഫിഷ്യന്റ് ഇവിടെ 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 1/s പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ എന്താണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതിന്റെ e⁻⁻at ആണെങ്കിൽ 1/s മൈനസ് a കൊടുക്കുക. അപ്പൊ ഇവിടെ e⁻⁻1 ആയതുകൊണ്ട് നമ്മൾ നേരെ 1/s പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കും. സോ ദിസ് ഈസ് മൈനസ് t e⁻⁻t ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ ആണ്. ജസ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ ഐഡിയ എനിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. സോ u ഓഫ് 1 ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് u ഓഫ് e⁻⁻1 മൈനസ് e⁻⁻1 വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ ലാപ്ലേസ് ട്രാൻസ്ഫർമേഷന്റെ ഐഡിയ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മറ്റേതിനേക്കാൾ ഈസി ഇതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫർമേഷൻ അപ്ലൈ ചെയ്ത് ഇൻവേഴ്സ് ട്രാൻസ്ഫർമേഷൻ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ ഐദർ ആ രീതിയിലോ അല്ലെങ്കിൽ ഈ രീതിയിലോ ചെയ്തിട്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്യണം. സോ വോൾട്ര ഇന്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ ഈ പ്രോബ്ലം. സാർ നേരത്തെ ചെയ്തതിനകത്ത് സാർ ആദ്യത്തെ അപ്ലൈ ചെയ്ത ടൈമിൽ ലെബനീസ് റൂൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന u of t equal to a plus bt the whole of e⁻⁻
ടി എന്നല്ലേ കിട്ടിയത്. അതിന് എയുടെ വാല്യൂ നമുക്ക് 2 ബിയുടെ വാല്യൂ -4 അല്ലേ കിട്ടുന്നത്. അന്നേരം അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് -2 e−t അല്ലേ കിട്ടത്തുള്ളൂ ആൻസർ ഡി ഓഫ് 1. ഇവിടെ 0 അല്ലേ ഒബ്റ്റെയിൻ ചെയ്തത്. എയുടെ വാല്യൂ നമുക്ക് 2ഉം ബിയുടെ വാല്യൂ -4 അല്ലേ കിട്ടുന്നത്. അന്നേരം a + bt ദ ഹോൾ ഓഫ് e−t അല്ലേ കിട്ടുന്നത്. അതായത് 2 -4 ബിയുടെ വാല്യൂ -2 ബിയുടെ വാല്യൂ -4 അല്ലേ കിട്ടുന്നത്. -2 ആണ് കാരണം ut നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ബിയുടെ വാല്യൂ -2 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴേ സർ u of t = a + bt ദ ഹോൾ ഓഫ് e−t അല്ലേ. ഇതിന്റെ പ്രോഡക്റ്റ് ഉള്ളല്ലേ. ബിടിയും e−t മാത്രമല്ലേ നമ്മുടെ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ബിടിയുടെ -2 bt e−t b e−t പ്ലസ് bt × -1 × e−t എന്നല്ലേ വരുന്നത്. അതായത് b e−t മൈനസ് bt × e−t എന്നല്ലേ വരുന്നത്. അത് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക, കണ്ടീഷൻസ് അപ്ലൈ ആയി ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് -2 + b ഇവിടുത്തെ ടിക്ക് 0 കൊടുത്ത് ഇവിടെ -2 മാത്രം, -2 + b = -4 എന്ന് കിട്ടും. ബിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. സോ എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. സോ നമുക്ക് b = -2 എന്ന് കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ചെയ്തിട്ട് സംശയം ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് നോക്കാനുള്ളതുകൊണ്ട് അത് അത്യാവശ്യം ലെങ്തിയാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. g from R to R be a continuous function and f of x ആട്ടത്. f of x = 0 to x x minus t g of t dt. ഓക്കെ, സോ ക്വസ്റ്റ്യൻ f of 0 0 ആണ്, f dash of 0 എക്സിസ്റ്റ് ചെയ്യും, f dash of 0 0 ആണ്, f double dash of 0 എക്സിസ്റ്റ് ചെയ്യും, f double dash of 0 g of 0 ഈക്വൽ ആണ്. സോ 4 കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ f of x ഗിവൺ ആണ് അല്ലേ. സോ ഇതിന് നേരെ ലെബിനിസ് റൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതാണ് ലെബിനിസ് റൂളിന്റെ ഇമ്പോർട്ടൻസ്. ഇത് നമ്മൾ ലെബിനിസ് റൂൾ ഉപയോഗിക്കുമ്പോൾ f of x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് f dash of x is equal to integral d by dx of 0 to x x minus t g of t dt. എങ്ങനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഉള്ളില് ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ ഇന്റഗ്രൽ 0 to x, ഉള്ളിൽ x minus t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ആ കിട്ടുക. സോ ഉള്ളില് g of t dt വരും. ഓക്കെ, പ്ലസ് ഇനി കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഈ ഉള്ളിലുള്ള ഫംഗ്ഷനിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുക. രണ്ടാമത്തെ വേരിയബിളിൽ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 0 ആയി വരിക. ഇനി അടുത്ത ടൈം നമ്മൾ നോക്കിയേ വേണ്ട, കാരണം ഓൾറെഡി 0 ആണ്. സോ ബേസിക്കലി f dash of x നമുക്ക് എന്തെന്ന് കിട്ടും, g of t dt ഇന്റഗ്രൽ 0 to x g of t dt എന്ന് കിട്ടും. സോ ജസ്റ്റ് ലെബിനിസ് റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ലെബിനിസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ f dash of x ഇതാന്ന് കിട്ടി. ഇനി എളുപ്പമല്ലേ, കാരണം f dash of 0 എന്താ, ഈ ഇന്റഗ്രൽ x ന് 0 കൊടുത്താൽ മതി. സോ ദാറ്റ് ഈസ് 0. f dash of 0 0 ആണെന്ന് മനസ്സിലായി. സോ f dash of 0 എക്സിസ്റ്റ് ആൻഡ് f dash of 0 = 0. ഓക്കെ, ഇനി f of 0 0 ആണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അങ്ങനെ f of x ആണുള്ളത്, x ന് 0 കൊടുക്കുക, 0 to 0 ആണ്. അപ്പൊ ഇതും ശരിയാണ്. ഇനി f double dash of 0 എക്സിസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ എന്താ ചെയ്യുക, ഒന്നുകൂടി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം ഈ ഫംഗ്ഷനെ. ഓക്കെ, സോ f dash of x ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരിക, f double dash of x ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിൽ എന്താ വരിക ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഇറ്റ് ഈസ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഉള്ളിൽ ഒരു വേരിയബിൾ ആണെങ്കിൽ നമ്മൾ ലെബിനിസ് റൂളിന്റെ ആവശ്യമില്ല. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പാർട്ട് ഓഫ് ലെബിനിസ് റൂൾ, കൊറോളറി ആണ്. സോ ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ g of t ന്റെ അല്ലെ, നമ്മൾ ഇന്റഗ്രലിന്റെ ഉള്ളിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ വരിക, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് g of x. ഈ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇവിടെ ലെബിനിസ് റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്യാം. സോ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ f double dash of x എന്ത് കിട്ടി, g of x കിട്ടി. ഇനി f double dash of 0 എന്താ വരിക, it is g of 0. ഓക്കെ, സോ g of 0 ആണ്, കറക്റ്റ് ആണ്. സോ f double dash of 0 എക്സിസ്റ്റ് ആൻഡ് f double dash of 0 എന്ന് പറയുന്നത് g of 0 ആണ്. ഓക്കെ, അതിനർത്ഥം നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് f double dash of 0 എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ g of 0 ഈക്വൽ അല്ല എന്നാണ്. ഓൾറെഡി നമുക്ക് കിട്ടി g of 0 ഈക്വൽ ആണെന്നുള്ളത്. സോ ഇത് തെറ്റാണ്. സോ ആദ്യത്തെ 3 ഓപ്ഷൻസ് ചെയ്യണം. സോ ലെബിനിസ് റൂൾ ഓഫ് ഡിഫറൻസിയേഷന്റെ ഒരൊറ്റ ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുത്താൽ ഒന്ന് തന്നെയല്ലേ വരുന്നത്?
ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. അതിന് ആദ്യം നമുക്ക് എഫ് ഡാഷ് അല്ലേ വേണ്ടത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് 0 to x എടുത്തേ. നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ഡീറ്റെയിൽ അല്ലേ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രോഡക്റ്റ് റൂൾ വെച്ച് നമുക്ക് ചെയ്യാമല്ലോ. എക്സിന്റെ എസ് ജി ഓഫ് ടി വെച്ചിട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യാം. അതായത് കൊടുത്താൽ പോരെ, ജസ്റ്റ് എക്സ് മാത്രം കൊടുത്താൽ പോരെ വേരിയബിൾ, അന്നേരം അത് ക്യാൻസൽ ആവാനുള്ള പോകും. അങ്ങനെ ചെയ്യാം. കാരണം ഞാൻ ഈ ലെബനിസ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് 8 സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞത് മാത്രം. അതായത് നിങ്ങൾക്ക് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവും രണ്ടും സെയിം കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. താങ്ക് യു സർ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ആണ്. ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ജനറൽ ഫോം എന്ന് പറയുന്നത് h of x into u of x is equal to f of x plus integral a to b. ഡിഫറൻസ് വന്നു വെച്ചാൽ നമ്മുടെ ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ള അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ വരിക ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ആകുമ്പോൾ. ദാറ്റ് ഈസ് x psi 2 psi d psi. ഓക്കെ, സോ ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, h of x 0 ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൈൻഡ് എന്ന് വിളിക്കും. h of x 1 ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് കൈൻഡ് എന്ന് വിളിക്കും. f of x 0 ആണെങ്കിൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് വിളിക്കും. ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യേണ്ടത് u of x is equal to f of x plus 2 by pi integral 0 to pi sin x minus t u of t dt as a unique solution if f of x is equal to cos x, f of x is equal to cos 5x, f of x is equal to sin x, f of x is equal to sin 5x. അപ്പോൾ ഇക്കലത്തെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ആദ്യം ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനോട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇതിനെ പറയാം സെപ്പറബിൾ കേണൽ എന്നാണ്. ഈ സൈൻ എക്സ് മൈനസ് ടിനെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്താൽ എന്താ വരിക? സൈൻ എക്സ് കോസ് ടി പ്ലസ് കോസ് ടി സൈൻ എക്സ്, ശരിയല്ലേ? അത് ആക്ച്വലി ആദ്യത്തെ ഫംഗ്ഷൻ കണ്ടോ, സൈൻ എക്സ് കോസ് ടി, എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ഇൻറ്റു ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, മൈനസ് അടുത്തത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ചെയ്യുന്ന പോലെ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ പോലും രണ്ടും സെപ്പറേറ്റ്ലി എന്താണ്? സെപ്പറബിൾ ആണ്. അപ്പൊ അങ്ങനെ കേണല്, ഇതാണല്ലോ കേണൽ സെപ്പറബിൾ ആയിട്ട് വരുന്ന ഇന്റഗ്രൽ ഇക്വേഷൻസിനെ, ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാനത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പാണ്, സോ ശ്രദ്ധിക്കുക. അപ്പോൾ സിമ്പിളി എങ്ങനെയാണ് നമുക്ക്, അതായത് ഇതിനെ നമ്മളൊരു മെട്രിക്സ് ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്, അതാണ് അതിന്റെ ഐഡിയ. അപ്പോൾ ജനറൽ ആയിട്ട് ഞാൻ പറയാം ആദ്യം. സോ യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് സൈ യു സൈ ഡി സൈ. ഓക്കെ, വേർ കെ ഓഫ് എക്സ് സൈ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം? അങ്ങനെ ആകുമ്പോൾ മാത്രമുള്ള മെത്തേഡ് ആട്ടോ, അതായത് സെപ്പറബിൾ കേണൽ ആകുമ്പോൾ എങ്ങനെ ആയിരിക്കണം അത്? i equal to 1 to n aix into bi psi. ആ ഫോമിൽ എഴുതാൻ പറ്റിയ കേണൽ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഡയറക്റ്റ്ലി നമുക്ക് ഒരു മെട്രിക്സ് ഇക്വേഷൻ ആക്കി മാറ്റാം. സോ ദാറ്റ് ഈസ് c equal to f പ്ലസ് ലാംഡ a c. ഓരോന്ന് ഞാൻ എന്താന്ന് പറയാം. ഫോർ സിംപിളി നമുക്ക് കുറച്ചും കൂടി മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ ഇറ്റ് ഈസ് i മൈനസ് ലാംഡ a ഇൻറ്റു c is equal to f. ഓക്കെ, സോ ഇതിന്റെ C1 എന്ന് പറയുന്നത് ഓരോ ടേംസ് ഞാൻ ഡിഫൈൻ ചെയ്യാം കേട്ടോ. സോ നമുക്ക് ആക്ച്വലി പ്രോബ്ലം ബേസ് നമുക്ക് ആ മെട്രിക്സ് ആണ് ഇമ്പോർട്ടന്റ്. മെട്രിക്സ് കിട്ടിയാൽ നമ്മളെ പണി കഴിഞ്ഞു. സോ എന്നാലും ഞാൻ എന്താണ് ഇത് ഡിനോട്ട് ചെയ്ത് ഒരു സിംപ്ലി പെട്ടെന്ന് പറയാം. സോ C എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്, C1 C2 എക്സെട്ര Cn. ആൻഡ് F എന്ന് പറയുന്നത് F1 F2 എക്സെട്ര Fn ആണ്. ഓക്കെ, A എന്ന് പറയുന്നത് ആൽഫ 11 ആൽഫ 12 എക്സെട്ര ആൽഫ 1 ഒരു n by n മെട്രിക്സ് ആണ്, n1 ആൽഫ n ആണ്. ഓക്കെ, ഇനി ഇതിൽ FIകൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല FI എന്ന് പറയുന്നത് ഇന്റഗ്രൽ a ടു b f of x ഇൻറ്റു ബി എ ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇതൊക്കെ നമുക്കറിയാം, ബി ഐകളൊക്കെ നമുക്ക് നമ്മളെ കേണലിൽ ഉള്ളതാണ്. സോ FIയുടെ ഫോർമുല ഇതാണ്. ആൻഡ് ആൽഫ ഐ കെ അതാണ് നമ്മുടെ മെട്രിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനം, മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള സാധനം. ഇന്റഗ്രൽ a ടു b ബി ഐ ഓഫ് എക്സ് ഇൻറ്റു എ കെ ഓഫ് എക്സ് ഡി എക്സ്. സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ആൽഫ ഐ കെ. ഇനി CI എന്ന് പറയുന്നത് FI ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ K2 ആൽഫ ഐ കെ സി കെ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇതാണ് നമ്മുടെ എ കേട്ടോ. സോ നമ്മൾ i മൈനസ് ലാംഡ എ ഉണ്ടല്ലോ,
I മൈനസ് ലാംഡയുടെ ഡിറ്റർമിനന്റ് കാണും. ദാറ്റ് ഈസ് ഡെൽ ഓഫ് ലാംഡ. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിന്റെ മെട്രിക്സ് ഇക്വേഷൻ മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കുക. ആ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ I മൈനസ് ലാംഡയെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇത് കിട്ടും. കാരണം I മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അല്ലേ. സോ അത് കിട്ടും. അതിന്റെ സൊല്യൂഷൻ അനുസരിച്ച് നമുക്ക് ഇതിന്റെ യുണീക്നെസ് പറയാം. എപ്പോഴാണ് ഇതിന്റെ യുണീക്നെസ് പറയാന്ന് വെച്ചാൽ സിംപ്ലി എഫ് ഓഫ് എക്സ് 0 അല്ലെങ്കിൽ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് 0 അല്ല, ഐഡന്റിക്കലി 0 അല്ല, ആൻഡ് എഫും ഐഡന്റിക്കലി 0 അല്ല. എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ F1 F2 F3 F1കൾ ഉണ്ടാക്കുന്നത് എഫ് ഓഫ് എക്സിനെ BI(x)1 B1(x)1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ മൊത്തം എഫും FI(കളും 0 അല്ല. ഇത് രണ്ടും 0 അല്ലാത്ത കേസിൽ നമുക്ക് പറയാം യുണീക് സൊല്യൂഷൻ ഉണ്ടാവുക ഡെൽറ്റ ഓഫ് ലാംഡ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഐഡിയ. ഇനി സപ്പോസ് എഫ് ഓഫ് എക്സ് 0 ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞാൽ എല്ലാ FI(കളും എഫ് ഓഫ് എക്സ് 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി FI(കൾ 0 ആവും, F 0 ആവും. സോ ആ കേസിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എഫ് ഓഫ് എക്സ് 0 ആണ്, എഫും 0 ആണെങ്കിൽ ഡെൽ ഓഫ് ലാംഡ ഈ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ ആയിരിക്കും. ഡെൽ ഓഫ് ലാംഡ ഈക്വൽ ടു 0 ഫോർ സം ലാംഡ ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഈ മെട്രിക്സ് ഇവാലുവേറ്റ് ചെയ്ത് ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യണം. ആ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് 0 ആണോ നോൺ 0 ആണോ എന്നുള്ളത് കിട്ടും. നോൺ 0 എപ്പോഴാണോ അത് നോൺ 0 ആവുന്നത്, കാരണം എഫ് ഓഫ് എക്സ് എഫ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം എഫ് നമുക്ക് ഗിവൺ ആണല്ലോ. സോ നമുക്കത് പോസിറ്റീവ് 0 ആണോ 0 അല്ലേ എന്ന് മനസ്സിലാവും പ്രോബ്ലം നോക്കിയാൽ തന്നെ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് നോൺ 0 ആണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി യുണീക് സൊല്യൂഷൻ എന്ന് പറയാം. ഇനി എഫും എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ നോൺ 0 ആണെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻസ് ഉണ്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് ആകെയുള്ള ചലഞ്ച് എന്ന് പറയുന്നത് ഈ മെട്രിക്സ് കണ്ടുപിടിക്കലാണ്. ഈ മെട്രിക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി ഫോർമുല ഉണ്ട്. ആൽഫ IK A to B BI of X AK of X dx. ഈ BI-കളും AKകളും എന്താ ഞാൻ പറഞ്ഞല്ലോ, സെപ്പറബിൾ കേണൽ ആവുമ്പോ സെപ്പറബിൾ കേണൽ ഓരോ ടേംസുകളാണ് BI A1 B1 A2 B2 എന്നുള്ളത്. സോ ഡയറക്റ്റ് നമ്മൾ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് AI-കൾ ഏതാണ് BI-കൾ എന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ നോക്കൂ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ U of X is equal to F of X plus 2/pi 0 to pi sin x cos t minus cos x sin t dt. സോ ഇതാണ് നമ്മുടെ A1 ആക്കി എടുക്കുക. ഇതാണ് A1 കണ്ടോ, ഓരോന്നിലുള്ള ഫംഗ്ഷൻസ് ആണ് A1 B1. സോ ദിസ് ഇസ് A1, ദിസ് ഇസ് B1. മൈനസ് കോസ് എക്സിനെ നമുക്ക് A2 എന്ന് വിളിക്കാം, സൈൻ ടിനെ നമുക്ക് B2 എന്ന് വിളിക്കാം. അത് ആകെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ പ്രോബ്ലം നോക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതൊരു സെപ്പറബിൾ കേണൽ ആണോ എന്നുള്ളതാണ്. ഇനി സെപ്പറബിൾ കേണൽ ആണെങ്കിൽ ആ സെപ്പറബിൾ കേണലില് ഓരോ വാല്യൂസ് A1 എന്താ, B1 എന്താ, A2 എന്താ, B2 എന്താ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് എല്ലാ സാധനങ്ങളും കണ്ടുപിടിക്കാം. ആൽഫ 11 ആൽഫ വെരി. സോ ആൽഫ 11 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ 11 എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to pi A1 B1 ആയിരിക്കും. A1 B1 ആണ് ആൽഫ 11. സോ ഇന്റഗ്രൽ സൈൻ എക്സ് കോസ് ടി. സോ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എക്സ് കോസ് എക്സ് എന്താണ് നമ്മുടെ ഫംഗ്ഷൻ, അതിനെ എക്സ് ആക്കി കരുതുക കേട്ടോ. എക്സിൽ എടുക്കണം, എക്സ് വേരിയബിളിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 1/2 സൈൻ 2x ആണ്. 1/2 കോസ് 2x ഡിവൈഡഡ് ബൈ 2 ഫ്രം 0 to pi വരും. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി 0 കിട്ടും. കാരണം അപ്പർ ലിമിറ്റ് കൊടുത്താലും ലോവർ ലിമിറ്റ് കൊടുത്താലും 1 ആണ് വരിക, 0 വരും. സോ സെയിം വേ ആൽഫ 22 എന്താണ്? ആൽഫ 22 എന്ന് പറയുമ്പോൾ A2 B2 ആണ്. സോ ഇന്റഗ്രൽ 0 to pi മൈനസ് കോസ് എക്സ് സൈൻ എക്സ് dx. സോ സിമിലർലി നമുക്ക് 0 കിട്ടും. ആൽഫ 12 ചെയ്യുമ്പോഴോ, ആൽഫ 12 ശ്രദ്ധിക്കണം. ആൽഫ 12 is equal to integral B1 A2. That is integral 0 to pi cos x into cos x. ഓക്കെ, സോ cos നമുക്ക് രണ്ട് രീതി എടുക്കാം. cos x നെ A2 ആയിട്ട് എടുത്തിട്ട് സൈൻ ടീനെ B എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. സോ ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ
വി ക്യാൻ റൈറ്റ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. കാരണം ഞാൻ കോസ് എക്സ് ആയിട്ട് b1 എടുത്തു, കോസ് എക്സ് ആയിട്ട് തന്നെ a2 എടുത്തു. കോസ് സ്ക്വയർ എക്സ്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ എക്സ് ആണ് 1 പ്ലസ് കോസ് 2x/2 ആണ്. 1 പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 dx. സോ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു എക്സ് പ്ലസ് സൈൻ 2x ഡിവൈഡഡ് ബൈ 2 ഫ്രം 0 to π. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക π/2 ആയിരിക്കും ആൻസർ. കാരണം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡയറക്റ്റ്ലി കൊടുത്താൽ മതി. സോ π/2 കിട്ടും. ഇതേ സാധനം തന്നെ ഇതുപോലെ തന്നെ ഇതേ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ α21 നിങ്ങൾക്ക് എന്താന്ന് കിട്ടും? -π/2 ആണെന്ന് കിട്ടും. അപ്പോൾ കിട്ടി α11, α22, α12, α21 കിട്ടി. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെട്രിക്സ് എഴുതാം. എന്താ നിങ്ങളുടെ മെട്രിക്സ് വരിക? എ എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടോ. എന്താ നിങ്ങൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് വരിക? എ എന്ന് പറഞ്ഞ മെട്രിക്സ് യെസ് സി α11 എന്ന് പറഞ്ഞാൽ 0 ആണ്. α22 എന്ന് പറഞ്ഞാല് അഗൈൻ 0 ആണ്. α12 എന്ന് പറഞ്ഞാൽ π/2 നമുക്ക് കിട്ടി. π/2 ഹിയർ -π/2. പക്ഷെ നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സ് അല്ലാട്ടോ ആവശ്യം. നമുക്ക് ഏത് മെട്രിക്സ് ആണ് ആവശ്യം? ആദ്യം പറഞ്ഞു നമുക്ക് ആവശ്യം i - λa ആണ്. i - λa എന്താ വരും ഇവിടെ? i - λa എന്ന് പറയുമ്പോ ലാംഡ നമുക്കറിയാം. ഇവിടെ ഈ പ്രോബ്ലത്തിൽ ലാംഡ ഏതാ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഏതാ നമ്മുടെ ലാംഡ ഈ പ്രോബ്ലത്തില്? 2/π അതാണ് ലാംഡ. ലാംഡ ഈസ് ഈക്വൽ ടു 2/π ഹിയർ. സോ 2/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഐഡന്റിറ്റി മെട്രിക്സ് മൈനസ് ചെയ്യണം. സോ യു വിൽ ഗെറ്റ് 1 - 1 1 1. സോ ഇതാണ് മെട്രിക്സ്. സോ വാട്ട് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ്? i - λa is equal to 1 minus -1, that is 1 plus 1, which is equal to എന്ത് കിട്ടും? 2 കിട്ടും. സോ i - λയുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 2 ആണ്, എന്ന് വെച്ചാൽ നോൺ സീറോ ആണ്. ഓക്കെ, സോ എന്താ നമ്മുടെ തിയറം പറയുന്നത്? അങ്ങനെ നമ്മുടെ ഡിറ്റർമിനന്റ് നമ്മുടെ i - λയുടെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ നമ്മുടെ ഫങ്ഷൻസ് ഐഡന്റിക്കലി സീറോ അല്ലാത്ത കേസിലെല്ലാം യുണീക് സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷനിലോട്ട് നോക്കുക. യെസ്, നമ്മുടെ ഫംഗ്ഷൻ എപ്പോഴാണ് യുണീക് സൊല്യൂഷൻ ഉള്ളത് ചോദിച്ചിട്ടുള്ളത്? കോസ് എക്സ്, കോസ് 5x, സൈൻ എക്സ്, എല്ലാ ഫംഗ്ഷനും സീറോ ഫംഗ്ഷൻ അല്ല. സീറോ ആവുന്ന ഐഡന്റിക്കലി സീറോ അല്ല. ഓക്കെ, അപ്പൊ ഐഡന്റിക്കലി സീറോ ആവാത്തതുകൊണ്ട് തന്നെ ഇനി ക്യാപിറ്റൽ എഫ് നോക്കിയാൽ മതി. ക്യാപിറ്റൽ എഫ് എന്താ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്? ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ F1, F2, F3 ആണ്. ഇതാ എങ്ങനെ FIകൾ കണ്ടുപിടിക്കുക? f(x)നെ VAX കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഏതെങ്കിലും ഒരു കോസ് സ്ക്വയർ എക്സ് എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് എന്തായാലും ഏതെങ്കിലും ഒരു F1 നോൺ സീറോ ആയാൽ മതി, പിന്നെ F 0 ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കേസിൽ നമ്മുടെ എഫും സീറോ ആവില്ല, ക്യാപിറ്റൽ എഫും സീറോ ആവില്ല. എന്നാൽ ഡിറ്റർമിനന്റ് ആണെങ്കിൽ നോൺ സീറോ ആണ് ഇനി. ആ സമയത്ത് യുണീക് സൊല്യൂഷൻ. നിങ്ങൾ ഇവിടുത്തെ ഏത് ഫംഗ്ഷൻ f(x) എടുത്താലും നിങ്ങൾക്ക് യുണീക് സൊല്യൂഷൻ ആയിരിക്കും. f(x) സീറോ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. സപ്പോസ് ഇതിലെ ഒരു ഓപ്ഷൻ f(x) സീറോ ആയിരുന്നു എന്ന് വിചാരിക്കൂ. f(x) സീറോ ആയിരുന്നെങ്കിൽ എന്താ കണ്ടീഷൻ? f(x) സീറോ ആയിട്ട് നമ്മുടെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ ട്രിവിയൽ ആയിരിക്കും. പക്ഷെ ഡിറ്റർമിനന്റ് ഏതെങ്കിലും ഒരു ലാംഡയ്ക്ക് സീറോ ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. സോ അതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സെപ്പറബിൾ കേണൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സെപ്പറബിൾ കേണൽ ആണെങ്കിൽ അതിന് ഐഡന്റിഫൈ ചെയ്യുക എന്താണ് AI ആണ്, എന്താണ് BI എന്നുള്ളത്. എന്നിട്ട് ആ ഐഡിയ ഉപയോഗിച്ചിട്ട് ഈ ഫോർമുലയും കൂടി യൂസ് ചെയ്തിട്ട് αik ഉപയോഗിച്ചിട്ട് നമ്മൾ ആ മെട്രിക്സ് കണ്ടുപിടിക്കുക. ആ മെട്രിക്സ് നിന്ന് i - λയുടെ ഡിറ്റർമിനന്റ് ഫോർ ഗിവൺ ഐഗൻ വാല്യൂ ലാംഡ എന്താണെന്ന് നോക്കുക. അത് നോൺ സീറോ ആണ്, നമ്മുടെ ഫംഗ്ഷനും നോൺ സീറോ ആണെങ്കിൽ ഉറപ്പായിട്ടും യുണീക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവും. ഇതാണ് ഫ്രെഡ്ഹോം ഇന്റഗ്രൽ ഇക്വേഷനിൽ നിന്ന് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് കാൽക്കുലേഷൻ ഓഫ് വേരിയേഷന്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഇത് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ച് ഇന്റഗ്രൽ ഇക്വേഷൻസ്ക്ക് വരാം. സോ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സ്ട്രീമൽ ഓഫ് ദ ഫംഗ്ഷൻ j of y equal to -1 to 1 y dash square minus. അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ ബ്രീഫ് ആയിട്ട് കാൽക്കുലസ് വേരിയേഷൻസിന്റെ പ്രോബ്ലത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് കാൽക്കുലസ് വേരിയേഷന്റെ ഇമ്പോർട്ടൻസ് എന്നത് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ കാൽക്കുലസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കൺസിഡറിംഗ് എ ഫംഗ്ഷൻ സെറ്റ് ഓഫ് ക്ലാസ് ഓഫ് ഫംഗ്ഷണൽസ് ആണ് കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ, ഫംഗ്ഷൻസ് നമ്മൾ അപ്പോൾ അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ സപ്പോസ് നമ്മൾ ഒരു സാധനത്തിന് എഫിനെ നമ്മുടെ ഫംഗ്ഷനെ വൈ ഡാഷ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ വൈ ഡാഷ് ഇൻഡിപെൻഡന്റ് വേരിയബിളാണ്. അപ്പൊ അതിൽ വൈ ഉണ്ടെങ്കിൽ നമ്മൾ വൈനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. അതുപോലെ വൈ കൊണ്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. പക്ഷെ അതിനുള്ളിൽ വൈ ഡാഷ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ വൈ കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ്, വൈ ഡാഷ് ഒരു കോൺസ്റ്റന്റ് ആണ്. എന്നുവെച്ചാൽ അതിനുള്ളിൽ ഫംഗ്ഷൻസും ഡെറിവേറ്റീവും ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അത് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ എക്സ് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ വൈ ഓഫ് എക്സ്, ഇപ്പോൾ വൈ ഡാഷ് ഓഫ് എക്സ് ആണെങ്കിൽ വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് വരും. അല്ലെങ്കിൽ വൈ സ്ക്വയർ ആണെങ്കിൽ 2y ഇൻറ്റു വൈ ഡാഷ് വരും. വിത്ത് റെസ്പെക്ട് എക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ വിത്ത് റെസ്പെക്ട് വൈയും വൈ ഡാഷും ആണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ അതിന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അപ്പൊ ജനറലി ഒരു എക്സ്ട്രീമൽ പ്രോബ്ലം എന്ന് പറയുന്നത് ജെ ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് വൈ ഓഫ് എക്സ് വൈ ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനത്തെ ഇന്റഗ്രലിന്റെ എക്സ്ട്രീമൽ വാല്യൂ, മാക്സിമൽ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു സം കണ്ടീഷൻ, വൈ ഓഫ് എ ഈക്വൽ ടു എ ആൻഡ് വൈ ഓഫ് ബി ബി ഈക്വൽ ടു ബി. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ല വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്ട്രീമൽ. എക്സ്ട്രീമൽ എന്നാൽ ഏത് ഫംഗ്ഷനാണ് ഈ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഇതില് മാക്സിമം വരിക, ഏത് ഫംഗ്ഷനാണ് മാക്സിമം അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഓയിലർ ഇക്വേഷൻ. സോ നെസസറി കണ്ടീഷൻ ഫോർ ജെ ഓഫ് വൈ ടു ഹാവ് എൻ എക്സ്ട്രീം. എക്സ്ട്രീം ഉണ്ടാവണമെങ്കിൽ നെസസറി കണ്ടീഷൻ നമ്മൾ സാധാരണ നമ്മൾ ഫസ്റ്റ് വൺ വേരിയബിളിലൊക്കെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ച് ചെയ്യുന്ന പോലെ ഇവിടുത്തെ നെസസറി കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓയിലർ കണ്ടീഷൻ. ഓക്കെ, സോ ഓയിലർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ എഴുതാം. ഇറ്റ് ഈസ് എഫ് വൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 0 ആണ് ഓയിലർ ഇക്വേഷൻ. ഇതിന്റെ വേറൊരു ഫോം ഉണ്ട്, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് മൈനസ് വൈ ഡാഷ് എഫ് വൈ ഡാഷ് മൈനസ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട്, കാണുമ്പോൾ കോംപ്ലിക്കേറ്റ് ടൈപ്പ് ആണെങ്കിലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ ഓയിലർ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഈ ഓയിലർ ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിക്കുക. എഫ് വൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് വൈ ഡാഷ്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എഫ് വൈ. എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ള സാധനം. എഫ് വൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എഫിനെ വിത്ത് റെസ്പെക്ട് വൈയില് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനർത്ഥം വൈ ഡാഷും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ വൈയുടെ വേരിയബിൾ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ബാക്കി കോൺസ്റ്റന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ കണ്ടോ എഫ് വൈ ഡാഷ് ഉണ്ട്. എഫ് വൈ ഡാഷ് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ആണ്. വൈ വിത്ത് റെസ്പെക്ട് വൈ ഡാഷിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വൈ ഉണ്ടെങ്കിലും അത് പിന്നെ കോൺസ്റ്റന്റ് പോലെ ട്രീറ്റ് ചെയ്യുക, വൈ ഡാഷ് ഉള്ള ടേംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഈ പ്രോബ്ലത്തിൽ എങ്ങനെയാണ്, ഇവിടെ എല്ലാം ഗിവണ നമ്മുടെ ഇതാണ് നമ്മുടെ എഫ് വൈ ഡാഷ് സ്ക്വയർ മൈനസ് 2xy. നമുക്ക് എഫ് എഴുതാം. എഫ് ഈസ് വൈ ഡാഷ് സ്ക്വയർ മൈനസ് 2xy. വൈ ഡാഷ് y1 എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇറ്റ് മീൻസ് വൈ ഡാഷ് സ്ക്വയർ മൈനസ് 2xy അല്ലേ, 2xy. സോ എന്തായാലും നമ്മുടെ ഓയിലർ ഇക്വേഷൻ എന്ന് പറഞ്ഞത് എഫ് വൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ നമ്മൾ ആദ്യം ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ശ്രദ്ധിക്കട്ടോ, വൈയില് നമുക്ക് എഫ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് 2x കിട്ടുള്ളൂ. കാരണം വൈ ഡാഷ് നമ്മൾ കൺസിഡർ ചെയ്യില്ല, വിത്ത് റെസ്പെക്ട് കോൺസ്റ്റന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. വൈ മാത്രമാണ് അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരിക. സോ മൈനസ് 2x കിട്ടും. ഇനി വാട്ട് ഈസ് എഫ് വൈ? എഫ് വൈ ഡാഷ് എന്ന വിത്ത് റെസ്പെക്ട് എഫ് വൈ ഡാഷിനെയാണ് ഡിഫറൻഷിയേറ്റ് വെച്ചാൽ 2y1 വരും, 2y ഡാഷ് വരും. അപ്പൊ ഇവിടെ മൈനസ് 2xy നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2y ഡാഷ് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ ഇക്വേഷൻ ആണ് നമ്മുടെ ഓയിലർ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് 2x മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 2y ഡാഷ്. എഫ് വൈ ഡാഷ് നമുക്ക് 2y ഡാഷ് കിട്ടിയത് ഈക്വൽ ടു 0. ഇനി നോക്കൂ, 2y ഡാഷിന്റെ ഡെറിവേറ്റീവ് അതിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ 2y ഡാഷിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, 2y ഡബിൾ ഡാഷ് വരും. സോ മൈനസ് 2x മൈനസ് 2y ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് y ഡബിൾ ഡാഷ് പ്ലസ് x ഈക്വൽ ടു 0 എന്ന് വരും. ഇതുവരെ ഉള്ളൂ പുതിയ ഐഡിയ. ഇനിയുള്ളതൊക്കെ നമ്മൾ സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി ഇങ്ങനെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എഫ് എഴുതുക. എഫ് എഴുതിയിട്ട് ഓയിലർ ഇക്വേഷൻ എന്താണെന്ന് നോക്കുക. എഫ് വൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് വൈ ഡാഷ് ഈക്വൽ ടു 0 ആണ്.
ഓക്കെ, ഇനി എഫ് വൈ കണ്ടുപിടിക്കുക, എഫ് വൈ ഡാഷ് കണ്ടുപിടിക്കുക, അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുക. അപ്പൊ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ ഇവിടെ കിട്ടിയത്? വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് ഈക്വൽ ടു 0. കണ്ടീഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് വൈ ഓഫ് -1 ഈക്വൽ ടു -1, വൈ ഓഫ് 1 ഈക്വൽ ടു 1. ഓക്കെ, സോ വൈ ഡബിൾ ഡാഷ്. സോ വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ പ്രോബ്ലം ആട്ടോ. ജസ്റ്റ് എഫ് ഐഡന്റിഫൈ ചെയ്യുക. ആകെ നിങ്ങൾ മൈൻഡിൽ ഓർക്കേണ്ട ഒറ്റ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വൈയിൽ വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുമ്പോൾ വൈ ഡാഷും എക്സും ഒക്കെ കോൺസ്റ്റന്റ് പോലെ ട്രീറ്റ് ചെയ്യണം. വൈ ഡാഷ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് പോലെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, സോ വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു -x കിട്ടും. സോ വൈ ഡബിൾ ഡാഷ് ഇക്വൽ -x ആകുമ്പോൾ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു -x²/2 പ്ലസ് c1 എന്ന് വരും. ശരിയല്ലേ? ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ വൈ ഡാഷ് കിട്ടും. ഒന്നും കൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y is equal to -x³/6, ഓക്കെ, പ്ലസ് c1x പ്ലസ് c2 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ രണ്ട് കണ്ടീഷൻസും അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താ? എക്സിന് -1 കൊടുത്താൽ y -1 ആണെന്നാ. സോ -1 ഈക്വൽ ടു ഇവിടെ x³ കൊടുക്കുമ്പോൾ -1/6 വരും, -c1 വരും, പ്ലസ് c2 വരും. സോ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരും c2 - c1 is equal to, ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -7/6 എന്ന് വരും. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. c1 - c2 7/6, c1 - c2 we can write it. അടുത്ത കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു -1/6 പ്ലസ് c1 പ്ലസ് c2 എന്ന് വരും. ഓക്കെ, സോ c1 പ്ലസ് c2 is equal to 7/6 എന്ന് വരും. സോ ഒന്ന് -7/6ഉം 7/6ഉം രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് c1 ക്യാൻസൽ ആവും. 2c2 is equal to 0 എന്നാവും ആഡ് ചെയ്യുമ്പോൾ. സോ c2 എന്ന് പറയുന്നത് 0 ആവും. c2 0 ആണെങ്കിൽ c1 7/6 ആവും. ഇതായിരുന്നു നമ്മുടെ സൊല്യൂഷൻ. നമ്മുടെ സൊല്യൂഷൻ ഇതാണ്. അതിൽ c1 c2 കണ്ടുപിടിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? c1 7/6ഉം c2 0 ആണ്. സോ y is equal to -x³/6, sorry, -x³/6, c1 എന്ന് പറഞ്ഞാൽ 7/6 അല്ലേ, 7/6x. ഇതാണ് നമ്മുടെ എക്സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നോക്കിയാൽ കിട്ടും. -x³/6 7/6, 7x/6, 7/6x ഉണ്ട് അല്ലേ, c1 x അല്ലേ, c1 x ആണ്. c1 നമുക്ക് 7/6 കിട്ടി. സോ ദിസ് ഈസ് സൊല്യൂഷൻ. സോ ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഇതിന് ഒരു ടൈപ്പും കൂടി ഉണ്ട്, ഒരു രീതിയിലും കൂടി ചെയ്യുന്നുണ്ട്. അതുകൂടി ഞാൻ പറയാം. അത് ഇതേ പ്രൊസീജിയർ തന്നെ ചെറിയൊരു ഡിഫറൻസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബേസിക് ആയിട്ട് വരുന്ന സാധനം ഇതാണ്. നിങ്ങൾക്ക് ഓയിലർ ഇക്വേഷൻ അറിയാമെങ്കിൽ നേരെ ഈ സാധനങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഓയിലർ ഇക്വേഷൻ കിട്ടി സോൾവ് ചെയ്ത് നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നമ്മുടെ സൊല്യൂഷൻ കണ്ടു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നമ്മുടെ എക്സ്ട്രീം എന്നുള്ളത്. ഓക്കെ, ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. Let us denote the set of all solutions of Euler-Lagrange equation of the variational problem. Minimize g of y is equal to 0 to 1 y square plus y dash square dx. Subject to y of 0 equal to 0, y of 1 is equal to 0, 0 to 1 y square dx is equal to 1. Okay, so ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ പ്രോബ്ലം ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ എക്സ്ട്രീമൈസ് ചെയ്യാണ്ട് രണ്ട് കണ്ടീഷനാണ് സാധാരണ തരിക. ഇവിടെ ഒരു എക്സ്ട്രാ കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്റഗ്രൽ 0 to 1 y square dx equal to 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളേ ഉള്ളൂ. ഒറ്റ കാര്യം ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ എഫ് ഉണ്ടല്ലോ, എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ്, അത് നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തും ഇറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം നമ്മൾ ഓൾറെഡി ഇന്റഗ്രൽ സൈനിലുള്ള സാധനം, ദാറ്റ് ഈസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഡാഷ് സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 വൈ സ്ക്വയർ ഡി എക്സ്. എന്നുവെച്ചാൽ ഏതാണോ നമ്മുടെ എക്സ്ട്രാ കണ്ടീഷൻ ഇൻറ്റു ലാംഡ എന്നാക്കി നമ്മുടെ ഫംഗ്ഷനെ മാറ്റുക. ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ,
ആ സ്റ്റെപ്പ് ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ആ സ്റ്റെപ്പും എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഓയിലർ കോഷിക്കേഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഇവിടെ നമ്മൾ നേരിട്ട് ഓയിലർ കോഷിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് വാട്ട് ഈസ് എഫ് ഓഫ് സാർ അതിന്റെ ഇന്റഗ്രൽ എപ്പോഴും 0 to 1 തന്നെയാണോ സാർ ഇപ്പൊ എഴുതിയത്? അത് ജനറൽ ആണോ? ജനറൽ 0 to 1 ആണോ ഇന്റർവൽ? അല്ല, ഇത് പ്രോബ്ലംസ് മാറും. ഇപ്പൊ ഇവിടെ വേറൊരു പ്രോബ്ലത്തിൽ നോക്കൂ, 0 to 1 ആണോ 0 to വരുന്ന ഇന്റർവെൽ ആണോ? ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണോ ഉദ്ദേശിക്കുന്നത്? വെയിറ്റ് എല്ലാത്തിലും എനിക്ക് തോന്നുന്നു 0 to 1 ആണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടോ, ഈ ഇന്റഗ്രൽ അല്ല, ഇന്റഗ്രൽ 0 to 1 ആണെന്ന് നിർബന്ധമൊന്നുമില്ല, -1 to 1 വരാം. ഓക്കെ, താങ്ക് യു. ഈ പ്രോബ്ലം കണ്ടില്ല, -1 to 0 ആണ്. ഓക്കെ, താങ്ക് യു സർ. അതില് കാര്യമില്ല, പ്രോബ്ലത്തിനനുസരിച്ച് പെട്ടെന്ന് ഞാൻ ജനറൽ ഇക്വേഷൻ ആണ് സാർ പറഞ്ഞത്. അല്ല. സോ ഇവിടുത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മുടെ ഫംഗ്ഷനല്ലേ അതിന്റെ കൂടെ ലാംഡ ഇൻറ്റു എക്സ്ട്രാ കണ്ടീഷൻ വന്ന സാധനം. മനസ്സിലായി സർ, പ്ലീസ് കണ്ടിന്യൂ. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ എഴുതി, ഇനി നമുക്ക് നേരെ നമ്മൾ എന്തായാലും നമ്മുടെ ഓയിലർ ഇക്വേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഓയിലർ ഇക്വേഷൻ ഈസ്, നമുക്ക് ആദ്യം എഴുതാം എഫ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് വൈ ഡാഷ് സ്ക്വയർ പ്ലസ് ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 വൈ സ്ക്വയർ ഡി എക്സ്. സോ നമ്മുടെ ഓയിലർ ഇക്വേഷൻ പറയുന്നത് എഫ് വൈ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. എഫ് വൈ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് വൈയിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് വൈയിൽ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, യെസ് ഇത് ഇവിടെ ശ്രദ്ധിക്കട്ടോ, വിത്ത് റെസ്പെക്ട് വൈ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയറിന്റെ 2y. ഓക്കെ, വൈ ഡാഷ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞു വൈ ഡാഷ് ഇൻഡിപെൻഡന്റ്. പക്ഷെ ഇവിടുത്തെ വൈ സ്ക്വയറിനെ മൈൻഡ് ചെയ്യണം, വൈ സ്ക്വയർ ഉണ്ട്. അപ്പൊ വൈ സ്ക്വയർ ഈ നമ്മളിപ്പോ ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ജസ്റ്റ് ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, സോ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലാംഡ വൈ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 dx എന്നാവും. കാരണം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വൈ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് വൈ സ്ക്വയർ അതെ, വൈ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വൈ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തിട്ട് ലാംഡ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ലാംഡ വൈ സ്ക്വയർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ലാംഡ വൈ. ഇന്റഗ്രൽ 0 to 1 dx എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. ഇനി അപ്പൊ എഫ് വൈയുടെ ടേം കഴിഞ്ഞു. ഇനി മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് വാട്ട് ഈസ് എഫ് വൈ ഡാഷ്. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട വൈ ഡാഷ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. വൈ ഡാഷ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2 വൈ ഡാഷ് ഈക്വൽ ടു 0. സോ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2y പ്ലസ് 2 ലാംഡ വൈ ഡെറിവേറ്റീവ് ഓഫ് 2y ഡാഷ്. ഡെറിവേറ്റീവ് ഓഫ് 2y ഡാഷ് ഈസ് 2y ഈക്വൽ ടു 0. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് കിട്ടും y ഡബിൾ ഡാഷ് മൈനസ് y ഓഫ് 1 പ്ലസ് ലാംഡ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളുടെ ഐഡിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ്. നമ്മോട് ചോദിച്ചിട്ടുള്ള എന്താണ്, സൊല്യൂഷൻസ് ഓഫ് ഓയിലർ ലെഗാനിസ് ഇക്വേഷന്റെ ആ സെറ്റിന്റെ 5/1/2 കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇതിന്റെ ഹലോ സാർ അവിടെ മൈനസ് അല്ലേ എടുക്കുന്നത്? അതിപ്പോ y ഡബിൾ ഡാഷ് നമുക്ക് കിട്ടിയത് 2y പ്ലസ് 2 ലാംഡ y മൈനസ് 2y ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 എന്നല്ലേ കിട്ടിയത്? അതെ, 2y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് 2 ലാംഡ y എന്ന് വരും. സോ y ഡബിൾ ഡാഷ് ഓക്കെ ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്തു. ഓക്കെ, താങ്ക് യു സർ, മനസ്സിലായി സർ. സോ ഇതിന്റെ ക്യാരക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് m സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ലാംഡ. സോ നമ്മൾ ജസ്റ്റ് നമ്മൾ ഐഗൻ വാല്യൂ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഐഗൻ വാല്യൂല് ചെയ്ത പോലെ ലാംഡ -1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ലാംഡ മനസ്സിലായി എം സ്ക്വയർ ഈക്വൽ ടു 0 വരും. എം സ്ക്വയർ 0 ആകുമ്പോൾ എം ഈക്വൽ ടു 0 ആവും. എം ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ -1 കൊടുത്ത y ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 എന്നാ. സോ y ഈക്വൽ ടു c1x പ്ലസ് c2 എന്ന് വരും. നമ്മുടെ കണ്ടീഷൻസ് 2 കണ്ടീഷൻ നമുക്കുണ്ട് ക്വസ്റ്റ്യനില്. y ഓഫ് 0 0യും y ഓഫ് 1 0 ആണ് തോന്നുന്നു അല്ലെ? യെസ്, y ഓഫ് 0 ഈക്വൽ ടു y ഓഫ് 1 ഈക്വൽ ടു 0. അത് ഇവിടെ അപ്ലൈ ചെയ്യാം ഫസ്റ്റ് കണ്ടീഷനിൽ. അപ്പൊ x 0 ആവുമ്പോൾ y 0 ആണെന്നാ. സോ c2 0 എന്ന് കിട്ടും. അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ c1 0 എന്ന് കിട്ടും. സോ എം ലാംഡ -1 ആവുന്ന കേസിൽ നമ്മുടെ ഈ ഓയിലർ കോഷി ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0 സൊല്യൂഷൻ ആണ് എന്ന് കിട്ടും. ഇനി ലാംഡ ഗ്രേറ്റർ ദാൻ -1 എടുക്കുക. ഗ്രേറ്റർ ദാൻ -1 എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എം സ്ക്വയർ ഈക്വൽ ടു 1 -1 എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സോ -2 ആവുന്ന സമയത്ത് സപ്പോസ്
so m square equal to 1 plus m equal to root 1 plus lambda. So lambda -1 വലുതാവുന്ന സമയത്ത് 1 plus lambda root of 1 plus lambda എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്ട് റൂട്ടാ വരിക, പ്ലസ് ഓർ മൈനസ് വാല്യൂ ആണ് വരിക. ഓക്കെ, സോ -1 വലിയ 0, -1 വലിയ നമ്പർ 0. സെയിം വേ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ y is equal to c1 e raised to root 1 plus lambda x plus c2 e raised to minus root 1 plus lambda x എടുക്കും. y of 0യും y of 1ഉം അപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് c1 plus c2. ഇന്നത്തെ ക്ലാസ് പറഞ്ഞു ഇതേ സാധനത്തിന് ഇവിടെ ചെയ്താലും നമുക്ക് c1 c2 0 ആണ് കിട്ടുക. c1 0 കിട്ടും, c2 0 കിട്ടും. അപ്പൊ -1 വലുതാവുന്ന സമയത്തും നമ്മുടെ ഓയിലർ കോഷി ഇക്വേഷന്റെ സൊല്യൂഷൻ 0 ആയിരിക്കും. ഇനി -1 ചെറുതാവുന്ന സമയത്ത് നമുക്ക് കോംപ്ലക്സ് കേസ് ആണ് വരിക. അപ്പൊ കോംപ്ലക്സ് കേസ് വരുമ്പോൾ കോംപ്ലക്സ് കേസ് വെച്ചിട്ട് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ. സോ ലാംഡ ലെസ് ദാൻ -1. സോ നമ്മുടെ എം എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 പ്ലസ് ലാംഡയാണ്. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു എം ഇസ് ഈക്വൽ ടു 1 പ്ലസ്, അതായത് ലാംഡ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ -1 ആണെങ്കിൽ അതിനർത്ഥം 1 പ്ലസ് ലാംഡ ലെസ് ദാൻ 0 ആവും. ഫോർ ദ ടൈം ബി നമുക്ക് ഈ 1 പ്ലസ് ലാംഡനെ മൈനസ് ഓഫ് 1 പ്ലസ് ലാംഡനെ നമുക്ക് മൈനസ് കെ സ്ക്വയർ എന്ന് വിളിക്കാം. 1 പ്ലസ് ലാംഡ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിനെ മൈനസ് കെ സ്ക്വയർ എന്ന് വിളിക്കാം. അപ്പോൾ റൂട്ട് നമുക്ക് സിംപ്ലി ഇത്ര വരും, പ്ലസ് ഓർ മൈനസ് ഐ കെ എന്ന് വരും. സോ സിംപ്ലിഫിക്കേഷൻ ഞാൻ അങ്ങനെ വിളിച്ചു. ഓക്കെ, സോ അങ്ങനെ വരുമ്പോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? y is equal to a cos kx plus b sin kx. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി നമ്മൾ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷനും y of 0 equal to 0, y of 1 equal to 0 അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സിംപ്ലി കാണാം, 0 കൊടുക്കുന്ന സമയത്ത് ഈ ടേം പോവും, a equal to 0 ആവും. സോ y of 0 0 ആയ a 0 ആവും. y of 1 0 ആവുമ്പോ നമുക്ക് kx equal to n pi എന്ന് പറയാം. ഓക്കെ, സോ ഈ കേസിൽ നമുക്ക് എന്ത് വരും? സി രണ്ടിടത്തും എക്സിസ്റ്റ് ചെയ്തില്ലേ സാർ? അതായത് ഇപ്പം ഈ രണ്ടാമത്തെ കേസിൽ വരുമ്പോഴത്തേക്കിന് നമുക്ക് y of 1 equal to 0 കൊടുക്കുമ്പോഴത്തേക്കിന് അതിനകത്ത് കോസ് രണ്ടിടത്തും എക്സിസ്റ്റ് ചെയ്തില്ലേ? സൈന് കോസ് എക്സിസ്റ്റ് ചെയ്തില്ലേ? അതിനകത്ത് 0 വരുന്ന ഇപ്പം ഓൾറെഡി 0 കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ y of 1 0 എന്ന് പറഞ്ഞാൽ 0 ഈക്വൽ ടു b sin k എന്ന് വരും. ഓക്കെ, b sin k 0 പറഞ്ഞാൽ b 0 ആവാം, sin k 0 വരുന്ന കേസുകളിലാണ് അത് 0. അപ്പൊ k is equal to n pi എന്ന് വരും. ഓക്കെ, പക്ഷെ k എന്ന് പറഞ്ഞത് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ k സ്ക്വയർ എന്ന് പറഞ്ഞാൽ n സ്ക്വയർ പൈ സ്ക്വയർ വരും. സോ മൈനസ് k സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് n സ്ക്വയർ പൈ സ്ക്വയർ വരും. പക്ഷെ മൈനസ് k സ്ക്വയറിനെ നമ്മൾ 1 പ്ലസ് ലാംഡ എന്ന് വിളിച്ചിട്ടുള്ളത്. സോ ലാംഡ എന്ന് പറഞ്ഞാല് 1 മൈനസ് n സ്ക്വയർ പൈ സ്ക്വയർ മൈനസ് 1 എന്ന് വരും. സോ ഇതാണ് ലാംഡയുടെ വാല്യൂ വരിക. ഓക്കെ, സോ y is equal to b sin k എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് n pi b sin നെഗറ്റീവ് ഓഫ് അല്ലേ? k ഓഫ് നെഗറ്റീവ് ഓഫ് സൈൻ ഓഫ് മൈനസ് ഓഫ് നമ്മൾ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. k എന്ന് പറഞ്ഞാൽ മൈനസ് k സ്ക്വയർ ആയിട്ടാണ് 1 പ്ലസ് ലാംഡ എടുത്തിട്ടുള്ളത്. ഉള്ളിൽ k തന്നെ സൈൻ ഓഫ് മൈനസ് k സ്ക്വയർ നമുക്ക് മൈനസ് ഓഫ് സൈൻ ഓഫ് k സ്ക്വയർ അല്ല, മൈനസ് k സ്ക്വയർ എടുത്തിട്ട് നമ്മൾ k പോസിറ്റീവ് ആവുന്ന രീതിയിലാണ് നമ്മൾ അവിടെ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഐ അണ്ടർസ്റ്റുഡ് സാർ. മനസ്സിലായി സാർ. മൈനസ് k സ്ക്വയർ കൊടുത്തു. അതെ, അപ്പോ y is equal to നമുക്ക് ഇപ്പൊ എന്ത് കിട്ടി? b sin n pi x കിട്ടി. ഓക്കെ, ഇനിയാണ് ഇവിടെ ഇതുവരെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് 0 to 1 y square dx equal to 1 എന്നാണ്. ഇന്റഗ്രൽ 0 to 1 y square dx is equal to 1. സോ ഇന്റഗ്രൽ 0 to 1 y square dx equal to 1 ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ y ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്ത് കിട്ടും? b സ്ക്വയർ ഇന്റഗ്രൽ 0 to 1 sin സ്ക്വയർ n pi x equal to 0 എന്ന് വരും. സൈൻ സ്ക്വയർ n pi x നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇങ്ങനെ 0 to 1 നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 2n pi x divided by 2 which is equal to 0. സോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 1/2 വരുമ്പോൾ b സ്ക്വയർ പുറത്ത് വരും. 1/2 ഇന്റഗ്രൽ x/2
എക്സ് ബൈ 2 വരും. അടുത്തത് കോസിന്റെ വരുമ്പോൾ സൈന് 2n/x ഡിവൈഡഡ് ബൈ 2 വരും. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, സോ ഇസ് ഈക്വൽ ടു നമ്മുടെ നമ്മുടെ 1 ആയിരുന്നു കേട്ടോ, 0 അല്ലേ. റൈറ്റ് സൈഡ് ഇവിടെ 1 ആണ്, 1 അല്ലെ. വൈ സ്ക്വയറിന്റെ ഇന്റഗ്രൽ 1 ആണെന്നാണ് കണ്ടീഷൻ ഉള്ളത്. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 1. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ b²/2 ഇസ് ഈക്വൽ ടു 1 വരും. ബി ഈക്വൽ ടു എന്ത് വരും, പ്ലസ് ഓർ മൈനസ് √2 എന്ന് വരും. സോ നമ്മുടെ y ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. സോ y ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് സൈൻ n/x വരും. ഇതാണ് നമ്മുടെ ഐഗൺ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഓയിലർ കോഷിയുടെ സൊല്യൂഷൻ ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇങ്ങനത്തെ സൊല്യൂഷനിൽ φ(1/2) വാല്യൂസ് ആണ്. ആ സൊല്യൂഷനിൽ എക്സിന് π/2 കൊടുക്കുമ്പോഴുള്ള വാല്യൂസ്. y(π/2) എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് √2 സൈൻ n(1/2). സോ നമുക്കറിയാം n വേരി ചെയ്യും. അപ്പോൾ n ഇന്റിജർ ആവുന്ന, അതായത് 2ന്റെ മൾട്ടിപ്പിൾ ആവുന്ന സമയത്തൊക്കെ ഇതിന്റെ വാല്യൂ 0 വരിക, അല്ലാത്ത സമയത്തൊക്കെ 1 വരും. ഓക്കെ, പ്ലസ് ഓർ മൈനസ് 1 വരും. സോ ഇതിന്റെ വാല്യൂസ് നമുക്ക് വരാനുള്ള സാധ്യത എന്തൊക്കെയാ, √2 വരാം, മൈനസ് √2 വരാം, 0യും വരാം. ഈ 3 വാല്യൂസും പോസിബിൾ ആണ്. സോ നമ്മുടെ ഓപ്ഷനിൽ ഫോർത്ത് ഓപ്ഷൻ √2 മൈനസ് √2 എന്നാണ് ഇത്, മൈനസ് √2 0 √2. അപ്പോ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ പുതിയതായിട്ടുള്ള ട്രെൻഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഒരു എക്സ്ട്രാ കണ്ടീഷൻ തരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്നുകൂടി ഞാൻ റീകോൾ ചെയ്യാം. നമ്മുടെ ഫംഗ്ഷനിൽ പ്ലസ് ലാംഡ ഇൻറ്റു ഈ സാധനം എടുക്കുക. അപ്പൊ നമ്മുടെ ഓയിലർ കോഷി ഇക്വേഷൻ അപ്ലൈ ചെയ്യാനാവും. ഓയിലർ കോഷി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഗൻ വാല്യൂ പ്രോബ്ലം കിട്ടും. ആ ഐഗൻ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ആ സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ എന്ത് ചെയ്യുക, ആദ്യത്തെ എക്സ്ട്രാ കണ്ടീഷനിൽ അത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ലാംഡ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓയിലർ കോഷിന്റെ സൊല്യൂഷൻ കിട്ടും, എക്സ്ട്രീമൽസും കിട്ടും. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ഇപ്പൊ റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന എക്സ്ട്രീമൽസിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, നേരെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. സെയിം ഐഡിയ നിങ്ങൾക്ക് തന്നെ അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഒരുമിച്ച് ചെയ്ത് പോകാലോ. j ഓഫ് y ഗിവൺ ആണ് 0 to 1 y' dx. Subject to y of 0 equal to 0, y of 1 equal to 0. ഇന്റഗ്രൽ 0 to 1 y dx 3 ആണ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ ഡാഷ് ആയിട്ട് എന്ത് ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്, y' പ്ലസ് ഇന്റഗ്രൽ 0 to 1 y dx ലാംഡ ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 y dx ആയിട്ട് നമ്മുടെ എക്സ്ട്രീമിനെ ചൂസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ നമ്മുടെ ഓയിലർ കോഷി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മൾ ഓയിലർ കോഷി ഇക്വേഷൻ, fy മൈനസ് d/dx ഓഫ് fy' is equal to 0. ശരിയല്ലേ? fy എന്താ വരിക, നമ്മുടെ fy എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് y ആണ്, y'² മൈൻഡ് ചെയ്യേണ്ട. ഇവിടെ എടുക്കുമ്പോൾ y പുറത്തേക്ക് എടുക്കുമ്പോൾ ലാംഡ എന്ന് വരും. ലാംഡ മാത്രമേ വരുള്ളൂ fy. ഞാൻ പറഞ്ഞു ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരുമിച്ച് ചെയ്തു പോകുന്നത് എന്താണ് ഫംഗ്ഷൻ എന്ന് എഴുതി. സോ ലാംഡയാണ് fy വരിക, സംശയമൊന്നുമില്ല. d/dx ഓഫ് fy' എന്താ വരിക, ഇത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ y' ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2y' വരും. സോ ഇത് ഇംപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലാംഡ മൈനസ് 2y" ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ലാംഡ മൈനസ് 2y" ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ y" ഈക്വൽ ടു λ/2 എന്ന് കിട്ടും. എന്തൊക്കെ നമ്മുടെ കണ്ടീഷൻ, y of 0 1 ആണെന്നും y of 1 6 ആണെന്നും. അപ്പൊ നമുക്കത് അപ്ലൈ ചെയ്യാം. y" ഈക്വൽ ടു λ2 ആണ്. ഇത് ഐഗൻ വാല്യൂ പ്രോബ്ലം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി ഇത് സോൾവ് ചെയ്യാം അല്ലെ. y" λ/2 ആണെങ്കിൽ എന്താ y' വരിക, λ/2x പ്ലസ് c1 വരും. സോ y എന്ന് പറഞ്ഞാൽ എന്ത് വരും, λ/2 x² പ്ലസ് c1x പ്ലസ് c2. സോ y is equal to
ലാംഡ എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് C1x പ്ലസ് C2 എന്ന് കിട്ടും. നമുക്ക് ഓരോ കണ്ടീഷൻസും അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഈക്വൽ ടു ലാംഡ ബൈ 4, ശരിയല്ലേ? ലാംഡ ബൈ 4, സോറി 1 എക്സിനാണ് നമ്മൾ 0 കൊടുക്കുന്നത് അല്ലേ? സോ 1 is equal to C2 തരും. C2 ഡയറക്ട്ലി 1 കിട്ടും. ഇനി y of 1 ഈക്വൽ ടു 6, അപ്പൊ 6 ഈക്വൽ ടു ലാംഡ ബൈ 4 പ്ലസ് C1 പ്ലസ് C2 തരും. സോ C2യുടെ വാല്യൂ ഓൾറെഡി 1 ആണ്. സോ C1ന്റെ വാല്യൂ എന്താ വരിക? ഇവിടെ 6 അല്ലേ? അപ്പൊ 5 മൈനസ് ലാംഡ ബൈ 4 വരും. അപ്പൊ C2 1 കിട്ടി, C1 5 മൈനസ് ലാംഡ ബൈ 4 കിട്ടി. സോ നമുക്ക് എങ്ങനെ എഴുതാം? y is equal to ലാംഡ എക്സ് സ്ക്വയർ ബൈ 4 അല്ലേ? ലാംഡ എക്സ് സ്ക്വയർ ബൈ 4. അടുത്തെന്താ? C1 എന്താ? 5 മൈനസ് ലാംഡ ബൈ 4 എക്സ്, ഓക്കെ, പ്ലസ് C2. ഇതാണ് നമ്മുടെ y. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം? നമുക്കൊരു കണ്ടീഷനും കൂടി ഉണ്ട്. ഇതിന്റെ ഇന്റഗ്രലിൽ 3 ആണ് എന്നുള്ള അല്ല എക്സ്ട്രാ കണ്ടീഷൻ. ആ എക്സ്ട്രാ കണ്ടീഷൻ ഇവിടെ യൂസ് ചെയ്താൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എന്താണ് എക്സ്ട്രാ കണ്ടീഷൻ? ഇന്റഗ്രൽ 0 to 1 y dx ഐ തിങ്ക് 3 ആണെന്നല്ലേ? യെസ്. സോ ഡിഫറെന്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വരിക ലാംഡ എക്സ് സ്ക്വയർ ബൈ 4 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 വരും, 12 വരും. ഓക്കെ, 5 മൈനസ് ലാംഡ ബൈ 4 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രല് എക്സ് സ്ക്വയർ ബൈ 2 വരും. C2നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് C2x കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ഫ്രം അപ്പർ ലിമിറ്റ് 0 to 1 is equal to 3. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ ലാംഡ ബൈ 12 പ്ലസ് 5 മൈനസ് ലാംഡ ബൈ 4 ബൈ 2 പ്ലസ് C2 വിച്ച് ഇസ് ഈക്വൽ ടു 3 വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ 0 ആയിരിക്കും. സോറി, C2 അല്ല, C2യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു അല്ലേ? C2യുടെ വാല്യൂ ഓൾറെഡി നമുക്ക് അറിയാം, ദാറ്റ് ഈസ് 1 ആണ്. അപ്പോൾ നമുക്ക് 1 കൊടുക്കാം. സോ എക്സ് വരും. സോ എക്സ് കൊടുക്കുമ്പോൾ 1 വരും. സോ എനിവേ ഇതൊരു സാധാരണ ലീനിയർ ഇക്വേഷൻ ആണ്. ലാംഡയുടെ വാല്യൂ നമുക്ക് ഒരൊറ്റ സിംഗിൾ വാല്യൂ കിട്ടുള്ളൂ. ഒരിക്കലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ലാംഡ അങ്ങനെ ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പോൾ ലാംഡ നിങ്ങൾക്ക് ആക്ച്വലി നമുക്ക് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാംഡ വാല്യൂ ചോദിച്ചിട്ടില്ല. നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? എത്ര കാർഡിനാലിറ്റി ഓഫ് എക്സ്ട്രിമൽസ്. നിങ്ങൾക്ക് ലാംഡ എന്തായാലും ഒരു വാല്യൂ കിട്ടും. ആ ലാംഡയുടെ വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് y എന്താന്ന് പറയാം. സോ y ഒരു ഒറ്റ y ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? C1 C2 നമുക്ക് ഓൾറെഡി കിട്ടി. ലാംഡയുടെ വാല്യൂ യുണീക്ക് ആയിട്ട് കിട്ടി. ലാംഡ 2 വാല്യൂ കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയായിരുന്നു 2 എക്സ്ട്രിമൽസ് ഉണ്ടെന്ന്. സോ ലാംഡ യുണീക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആകെ ഒരു ഒറ്റ എക്സ്ട്രിമൽ ഉണ്ടാവുള്ളൂ. സോ ഈ പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ എക്സ്ട്രിമൽസിന്റെ കാർഡിനാലിറ്റി എത്രയാണെന്നാണ്, എത്ര എക്സ്ട്രിമൽസ് ഉണ്ട് എന്നുള്ളത്. ഒറ്റ എക്സ്ട്രിമൽസ് വരുള്ളൂ, കാരണം ലാംഡയ്ക്ക് യുണീക്ക് വാല്യൂ കിട്ടുന്നതുകൊണ്ട്. സോ ഈ 2 ക്വസ്റ്റ്യനും ഈ എക്സ്ട്രാ കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ ലാംഡ എടുത്തിട്ട് ഓയിലർ കോഷി ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ വൺ മോർ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് എക്സ്ട്രിമൽ ഓഫ് ദ ഫംഗ്ഷണൽ j of y is equal to -1 to 0 12xy minus y dash square dx. കണ്ടില്ലേ? നമുക്ക് ഡയറക്റ്റ് അപ്പോൾ മറക്കരുത്. ഇവിടെ കണ്ട 2 കണ്ടീഷനേ ഉള്ളൂ. y of 0 0 ആണെന്നും y of -1 1 ആണെന്നും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ f of x y y dash is equal to 12xy minus y dash square. സോ ഇതാണ് നമ്മുടെ എഫ്. അപ്പൊ നമുക്ക് വീണ്ടും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ എന്ത് എഴുതാം? നമ്മുടെ കോഷി അല്ലെ ഓയിലർ ഇക്വേഷൻ എഴുതാം. വാട്ട് ഇസ് ഓയിലർ ഇക്വേഷൻ? fy മൈനസ് d by dx ഓഫ് fy dash which is equal to 0. എന്താ fy വരിക? fy എന്ന് പറയുമ്പോൾ യെസ് fy is equal to f നെ വിത്ത് റെസ്പെക്ട് y ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, y ഡാഷിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം.
So we will get to 12x. If y dash എന്താ വരിക? If y dash വരുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആണ്. സോ ഇത് വരുമ്പോൾ 2y dash വരും. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ്ലി ഇതിൽ അപ്ലൈ ചെയ്യാം. സോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 12x മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 2y dash. So 2y dash derivative. So it is 12x minus derivative of 2y dash. It is 2y double dash is equal to 0. That means 2y double dash is equal to 12, which is equal to y double dash is equal to 12 by 2. So which is equal to 6. Oh, 12x ഉണ്ടല്ലേ, സോറി 12x. Yes. So 6x വരും. അപ്പൊ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ y dash is equal to 6x square by 2 plus c1 എന്ന് വരും. y is equal to already 3 ആയി, so 3x cube by 3 square by 2 plus c1x plus c2. So x cube plus c1x plus c2 വരും. ഓക്കെ, ഇനി നമ്മുടെ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. കണ്ടീഷൻസ് എന്തായിരുന്നു? y of 0 0 ആണ്, y of 0 0, y of minus 1 1 ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ കൊടുക്കുമ്പോൾ c2 0 എന്ന് കിട്ടും. അടുത്ത കണ്ടീഷൻ കൊടുക്കുമ്പോൾ 1 ഈക്വൽ ടു മൈനസ് 1 മൈനസ് c1 എന്ന് വരും. That is c1 equal to c1 is also equal to minus 2. Wait. c2 equal to minus 2. So c2 is equal to minus 2. Yes. y of 0, ഒരു മിനിറ്റ്, ക്വസ്റ്റ്യനിൽ കറക്ഷൻ നോക്കാം. ആദ്യത്തെ c1 നമുക്ക് c2 0 കിട്ടും. ക്വസ്റ്റ്യനെ ടൈപ്പ് കൊണ്ടുവന്ന് നോക്കിയിട്ട് ഉറപ്പിക്കാം. (12xy minus y dash square, y of 0 0, y of minus 1 1). ഓക്കെ, കറക്റ്റ്. സോ നമുക്കിവിടെ എക്സ് ക്യൂബ് പ്ലസ് c1x ഫസ്റ്റ് കണ്ടീഷൻ കൊടുത്തപ്പോൾ c2 0 കിട്ടി. അടുത്ത കണ്ടീഷൻ കൊടുക്കുമ്പോൾ 1 is equal to minus 1, എക്സിന് കൊടുക്കുമ്പോൾ മൈനസ് 1 വരും, ഇവിടെ മൈനസ് c1 വരും. c2 ഓൾറെഡി 0 ആണ്. സോ c1 is equal to minus 2 വരും. Okay. So we can by 6 minus 2x. So we will get y is equal to x cube by 6 minus 2x. Wait. Y is equal to x cube. c1 നമുക്ക് minus 2 അല്ലേ കിട്ടിയത്? I think somewhere x cube minus 2x. 2xy 12xy minus y dash square. So with respect to y dash ചെയ്യുന്ന സമയത്ത് x cube y ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. y equal to x cube minus 2x c2 0 ആയല്ലോ, അതിനകത്തല്ലേ കൊടുക്കുന്നത് y of x equal. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് വെരിഫൈ ആയിട്ട് ആയതുകൊണ്ട് 12xy minus y dash square. So fy കണ്ടുപിടിച്ചപ്പോൾ it is 12x minus ഓൾറെഡി 1 മൈനസ്, അതാണ് പ്രശ്നം പറ്റി. ഐ അണ്ടർസ്റ്റാൻഡ്. ഓൾറെഡി ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് y1 dash ഉണ്ട്. സോ ഇവിടെ ഓൾറെഡി ഒരു രണ്ട് മൈനസ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ് ഈസ് പ്ലസ് ആണ് വരും. സോ പ്ലസ് വരും, ശരിയല്ലേ? ഓൾറെഡി നമ്മുടെ പ്രോബ്ലത്തിൽ മൈനസ് ഉണ്ട്. കറക്റ്റ് ആണ്, മൾട്ടിപ്ലൈ ചെയ്തില്ല, അകത്തേക്ക് എടുത്ത മൾട്ടിപ്ലൈ ചെയ്തില്ല. കറക്റ്റ് ആണ്, ശരി. സോ 2y dash മൈനസ് 12x വരും, ഇവിടെ മൈനസ് 6x വരും. സോ മൈനസ് 6x സ്ക്വയർ ബൈ 2 പ്ലസ് c1 ആണ് വരിക. സോ y എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് c1x പ്ലസ് c2 എന്ന് വരിക. സോ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെയാണ്. അടുത്ത കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇവിടെ 1 പ്ലസ് 1 ആണ് വരിക. കാരണം മൈനസ് 1 കൊടുക്കുമ്പോൾ ഓൾറെഡി ഒരു മൈനസ് അവിടെ ഉണ്ട്, പ്ലസ് 1 വരും, അപ്പോൾ മൈനസ് c1 വരും. സോ c1 0 ആണ് വരിക. അപ്പോൾ c1 0 ആണ്, c2 0 ആണ്. c1 0 ആണ്, c2 0 ആണ് സമയത്ത് y is equal to
മൈനസ് എക്സ് ക്യൂബ്. മൈനസ് എക്സ് ക്യൂബ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ യെസ് ഫസ്റ്റ് നമ്മുടെ ഫംഗ്ഷനിൽ കണ്ടുപിടിക്കണം. ആ ഫംഗ്ഷനിൽ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ഓയിലർ കോഷ്യന്റിൽ അപ്ലൈ ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫംഗ്ഷനിൽ കിട്ടും. സോ നമ്മുടെ ഓപ്ഷൻ ക്വസ്റ്റ്യനിലെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് എക്സ് ക്യൂബ് ആണ്. ഇപ്പൊ ഫൈനലായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഡിഫറെന്റ് രീതിയിൽ ചോദിച്ചാൽ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഡിഫറെന്റ് രീതിയിൽ ചോദിച്ചു. Among the curve connecting the points 1, 2, 2, 8, let R be the curve on which an extremal of the function j of y is equal to 1 to 2, 1 plus x cube y dash into y dash dx can be attained. Then which of the following point lie on the curve? എന്നുവെച്ചാൽ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. എക്സ് 1 ആവുമ്പോൾ y 2 ആണെന്ന് പറഞ്ഞതാ, എക്സ് 2 ആവുമ്പോൾ y 8 ആണെന്ന് ബൗണ്ടറി കണ്ടീഷൻ തന്നെ പോയിന്റ്സ് ആയിട്ട് തന്നു. ആ കർവിലൂടെ പാസ് ചെയ്യേണ്ടതെന്ന് ഒരു പ്രാക്ടിക്കൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എക്സ്ട്രീമൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുകയാണ്. സോ ഇവിടെ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ വരിക, വൈ ഡാഷ് പ്ലസ് എക്സ് ക്യൂബ് വൈ ഡാഷ് സ്ക്വയർ എന്ന് വരിക. ഇൻഡിപെൻഡന്റ് ഓഫ് വൈ. യെസ്. സോ വൈ ഇല്ലാത്തതുകൊണ്ട് ആക്ച്വലി നമ്മുടെ ഇക്വേഷൻ എഫ് വൈ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് വൈ ഡാഷ്. ഈ എഫ് വൈ ഇവിടെ ഉണ്ടാവില്ല കാരണം ഇതിൽ വൈ ഇല്ലാത്തതുകൊണ്ട്. നെഗറ്റീവ് ഡോ ബൈ ഡോ വൈ ഡാഷ്. ഡോ എഫ് ഡോ വൈ ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ എന്താ വരും ഇവിടെ, വൈ ഡാഷിന്റെ ഡെറിവേറ്റീവ് 1 വരും. സോ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 ഇവിടെ വരുമ്പോ എക്സ് ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, 1 പ്ലസ് എക്സ് ക്യൂബ് വൈ ഡാഷ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 വൈ ഡാഷ്. ഓക്കെ. സോ ഡോ എഫ് ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്, അത് 0 ആയതുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി ഇത് 0 എന്ന് എഴുതാം. സോ 1 പ്ലസ് 2 എക്സ് ക്യൂബ് വൈ ഡാഷ് ഈക്വൽ ടു സി എന്ന് എഴുതാം. ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഫസ്റ്റ് എക്സ്ട്രീമൽ എഴുതി, ഫംഗ്ഷൻ എഴുതി, ഓയിലർ കോഷ്യന്റ് കൊടുത്തു, എഫ് ഐ 0 ആയിരിക്കും ഇവിടെ വൈ ഇല്ലാത്തതുകൊണ്ട്. സോ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ ആ സാധനം കോൺസ്റ്റന്റ് ആയിരിക്കും. സോ രണ്ടാമത്തെ എക്സ് അല്ലേ എഴുതുന്നത്, ഡി ബൈ ഡി എക്സ് ഓഫ് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് തന്നെയാണ്. അത് കുഴപ്പമില്ല, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പ്രോബ്ലത്തിന്റെ മെത്തേഡ് നമ്മളെ ബാധിക്കില്ലല്ലോ, കുഴപ്പമില്ല. 2x ക്യൂബ് y dash is equal to c. So 2y dash is equal to c minus 1 by x cube. Integrate ചെയ്യുമ്പോൾ 2y is equal to c minus 1 by x cube integrate ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് വരും. മൈനസ് 2 by നമ്മൾ ഇന്റഗ്രേറ്റ് ആണ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബിക്കം 1 minus c by 2x square. Yes sir. പ്ലസ് കോൺസ്റ്റന്റ് ബി തന്നു. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 2 പോയിന്റ്സ് ഉണ്ട്, ഒന്ന് 1, 2 അല്ലെ, ഒന്ന് 1, 2 ആയിരുന്നു, ഒന്ന് 2, 8 ആയിരുന്നു. സോ 2, 8 അപ്ലൈ ചെയ്യാം. സോ 1, 2 2, 8 അപ്ലൈ ചെയ്യുമ്പോൾ സിംപിളി നമുക്ക് 1, 2 അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ബി ഈക്വൽ ടു 20 ആൻഡ് 1 minus c by 2 ഈക്വൽ ടു നമുക്ക് മൈനസ് 16 കിട്ടും. കമ്പ്യൂട്ടേഷൻ ആണ് കേട്ടോ, ഞാൻ ജസ്റ്റ് വൈക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിയുടെ വാല്യൂ 1 minus c by 2ന്റെ വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് മൈനസ് 16. സോ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം, 2y ഈക്വൽ ടു മൈനസ് 16 by x സ്ക്വയർ പ്ലസ് 20. ഇതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ. ഓർ y is equal to minus 8 by x square plus 10. This is the solution. Okay. Now നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഏത് പോയിന്റ്സ് ആണ് ഇതിൽ സാറ്റിസ്ഫൈഡ് എന്ന് മാത്രം നോക്കിയാൽ മതി. സോ റൂട്ട് 2 3 കൊടുത്താൽ, അതായത് എക്സിന് റൂട്ട് 2ഉം വൈക്ക് 3 കൊടുത്താൽ സാറ്റിസ്ഫൈഡ് ആവില്ല. സോ ആകെ സാറ്റിസ്ഫൈഡ് ആവുന്നത് സെക്കൻഡ് ഓപ്ഷൻ മാത്രമായിരിക്കും, റൂട്ട് 2 6, എക്സ് റൂട്ട് 2 വൈ 6. ശരിയല്ലേ? എക്സ് റൂട്ട് 2 എടുത്താൽ വൈ 6 എടുത്ത് എഴുതി. എക്സ് റൂട്ട് 2 എടുത്താൽ മൈനസ് 8/4 വരും, സോറി മൈനസ് 8/2 വരും, ദാറ്റ് ഈസ് 4. സോ മൈനസ് 4 പ്ലസ് 10, സോ 6 ഈക്വൽ ടു 6. സോ ആകെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് സെക്കൻഡ് ഓപ്ഷൻ മാത്രമായിരിക്കും. സോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്റഗ്രൽ ഇക്വേഷൻസും കാൽക്കുലസ് വേരിയേഷനും ആണ്. അപ്പൊ ഇന്റഗ്രൽ ഇക്വേഷൻസിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് വോൾട്രാം ഇന്റഗ്രൽ ഇക്വേഷനും ഫ്രെഡ്ഹോമും. വോൾട്രയിൽ നമ്മൾ കൺവല്യൂഷൻ
ഉപയോഗിച്ച് ലാപ്ലേസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലെബനിസ് റൂൾ ഉപയോഗിച്ചും ചെയ്യാം. ആൻഡ് ഫ്രെഡോമിൽ നമ്മൾ വൺ ടൈപ്പ് ഓഫ് മെട്രിക്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ മെട്രിക്സിന്റെ നോൺ സീറോ വെച്ച് യുണീക് സൊല്യൂഷൻ പറയുന്നതും ഐഗൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നതും പറഞ്ഞു. പിന്നെ കാൽക്കുലേഷൻ വേരിയേഷൻ 2 ടൈപ്പ് ഓഫ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ജനറൽ ടൈപ്പ് ഓയിലർ കോഷി ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് എക്സ്ട്രാ കണ്ടീഷൻസ് വരികയാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ലാംഡ ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ.